കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കർത്താവിനെ തന്നെ നോക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവെ, ഞങ്ങളെ അങ്ങേ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാഞ്ചയോടെ ഞങ്ങള് കർത്താവെ അടുത്ത് വരുന്നു. മാന്യത്തോടിനായിട്ട് ദാഹിക്കുന്നതുപോലെ ആ വേഴാമ്പല് അത് മഴയ്ക്കായിട്ട് കാക്ഷിക്കുന്നത് പോലെ കർത്താവെ ആ അങ്ങ് സൃഷ്ടിച്ച ആ ജീവിതങ്ങൾക്ക് അത്രയും ദാഹം ഉണ്ടാവാൻ സാധിക്കുമെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് എത്രയധികം അങ്ങേക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, അവിടുത്തെ വചനത്തിനായിട്ടുള്ള ഒരു ദാഹം ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ഞങ്ങളെ അതുപോലെ ദാഹിപ്പാനും വിശക്കുവാനും അങ്ങനെ തൃപ്തി വരുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കർത്താവെ ഞങ്ങളെ കർത്താവിനെ സഹായിക്കണം, വെളിപ്പെടുത്തണം. ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവെ വ്യക്തിപരമായിട്ട് അങ്ങനെ നിന്ന് കേട്ടനുസരിക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, ഉത്സാഹിപ്പിക്കണമേ, വഴി നടത്തണമേ. പ്രാർത്ഥനയുടെ നീ ശ്രദ്ധിക്കുന്നതല്ല യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ ആമീന ആമീൻ. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച്, ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ചിന്തിച്ചത്. വേറൊന്നുമല്ല, ഒരുപാട് പേരെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ തന്നെ ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധം, അപ്പനമ്മമാരുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, കൂടെ പറഞ്ഞ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ഇൻലോസ് എന്ന് പറഞ്ഞാല് അമ്മായിയമ്മ, അമ്മായിയപ്പൻ, അളിയൻ, നാത്തൂൻ, കോ സിസ്റ്റർ, കോ ബ്രദർ, അങ്ങനെയൊക്കെയുള്ള ഇൻലോസുമായിട്ടുള്ള ബന്ധം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഈവൻ ഗ്രാൻഡ് പേരൻസുമായിട്ട്, അപ്പൂപ്പൻ, അമ്മമ്മ, കൊച്ചുമക്കൾ, അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ജീവിതത്തില് നമ്മളത് എല്ലാം വചനപ്രകാരം നമ്മള് വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുന്ന യേശുവിനെ പൂർണ്ണതയോടെ നമ്മൾ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. നമ്മളെ സഭയിലെ സഹോദരങ്ങളെ എന്നാൽ നമ്മളുടെ സ്വന്തം വീട്ടില് നമ്മളുടെ കൂട്ടു സഹോദരങ്ങളുള്ള ബന്ധത്തിലൊക്കെ വ്യക്തിപരമായ ബന്ധത്തില് ഒരുപക്ഷെ ഇപ്പം ഭർത്താവ് കൂടെ ഇല്ലാത്തവര് കാണും, ജീവനോടെ ഇല്ലാത്തവര് കാണും, ഇതിനിടയിൽ പിന്നെ ഒരുപക്ഷെ അങ്ങനെ പലതരത്തിലും മേ ബി അച്ഛനമ്മമാര് മരിച്ചുപോയവര് കാണും, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവർ കാണാം. അപ്പൊ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് വിവാഹം കഴിക്കാത്തവര് ഞങ്ങൾക്ക് എന്തും അതിനകത്തുനിന്ന് എടുക്കാനുള്ള എന്നുവെച്ചാൽ നിങ്ങൾ നാളെ വിവാഹം കഴിക്കാനുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർഡ് ആയിക്കോണം. എന്താണ് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് മിക്കവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ അത് നമ്മുടെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന എന്നാൽ വളരെ പ്രായോഗികമായിട്ടുള്ള ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള വചനഭാഗമൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നു വിവാഹ ശുശ്രൂഷകൾ മാത്രമേ വായിക്കത്തുള്ളൂ തോന്നുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു പേരിന് വേണ്ടി പെട്ടെന്ന് ഒരാൾ വന്ന് വായിച്ചങ്ങ് പോകും. അല്ലെങ്കിൽ മേ ബി അതിനെക്കുറിച്ചുള്ള മെസ്സേജസ് തന്നെ മേ ബി വിവാഹ ശുശ്രൂഷകൾ ചിലപ്പം കാണും. പിന്നെ ഇതുപോലെ കോൺഫറൻസ്, മറ്റേ സ്പെഷ്യൽ മീറ്റിംഗ്സോ അതുപോലെയൊക്കെ ഉള്ളപ്പോഴായിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കായികമായ ജീവിതത്തില് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഏത് വചനഭാഗത്തേക്കായിരിക്കണം നമുക്ക് പോകണ്ടേ? ഏറ്റവും വളരെ വ്യക്തമായിട്ട് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, അപ്പനമ്മമാരെ എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തർക്ക് ഈ ടു സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലെറ്റർ അഡ്രസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് വളരെ അതായിട്ട് പരിശുദ്ധാത്മാ പൗലോസ് അപ്പോസ്തലനോട് എഴുതിയ 2 ലേഖനങ്ങളുണ്ട്. മെയിനായിട്ടും എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്, പിന്നെ കൊളോസ്യർ 3-ാം അധ്യായത്തിലും നമ്മളെ ട്വിൻ ലെറ്റേഴ്സ് എന്നാണ്. നമ്മളുടെ ട്വിൻ സിസ്റ്റേഴ്സ് ഇവിടെ അർപ്പിത ജോസിന് ഇരിക്കുന്നവരെ ട്വിൻ ലെറ്റേഴ്സ് എന്നാണ് ഇത് ലേഖനങ്ങളെ കുറിച്ച് പറയുന്നത്. എഫേസ്യൻസ് ആൻഡ് കൊളോസ്യൻസ് ആൻഡ് ട്വിൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം എഫേസ്യൻസില് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നാണ് മെയിൻ തീമെങ്കിൽ കൊളോസ്യൻസ് ക്രൈസ്റ്റ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്നൊക്കെ കൊളോസ്യർ 1:27 നമ്മൾ വായിക്കുന്നുണ്ട്. നാം ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ. അപ്പം അവിടെ ഏകദേശം ഒരേ തരത്തിലുള്ള പല വാക്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തില് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം പലപ്പോഴും ഈ അടുത്ത് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരനെ നമ്മുടെ ചർച്ചിലുള്ള എല്ലാം കൗൺസിൽ ചെയ്യുമ്പോൾ അദ്ദേഹം
യുനോ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ, അയ്യോ ഞാൻ അങ്ങനെ ചെയ്ത അത് ഞാൻ മൊത്തം സത്യമായിരിക്കും പറയുന്നത്, അത് ഇങ്ങനെ ആയിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ ലീഗലിസ്റ്റിക് ആയിട്ട്, വളരെ സത്യസന്ധതയും, അതൊക്കെ നല്ല കാര്യം തന്നെ. ആ സത്യസന്ധതയും കാര്യങ്ങളും ഒക്കെ പുലർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആ സവനോട് തന്നെ ആ കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇനിയിപ്പോ നാളെ സവന മെസ്സേജ് കേട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ അപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യത പുലർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാര്യത്തില്, കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിന്റെ കാര്യത്തില് ഞാനിപ്പോ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് പറയുമല്ല. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മള് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ, അയ്യോ എന്റെ മനസാക്ഷി അവിടെ കുത്തുന്നു ഇവിടെ കുത്തുന്നു, എനിക്കപ്പോ അത് ചെയ്യണം ഇത് ചെയ്യണം, അതെല്ലാം നല്ല കാര്യം തന്നെ. നമ്മുടെ വലിയ കാര്യങ്ങളൊക്കെ വളരെ ചിലപ്പോ പണത്തിന്റെ കാര്യത്തില്, വേറെ ചില കാര്യങ്ങളൊക്കെ വളരെ കൃത്യത, നമ്മള് അങ്ങനെ അതുപോലെ വചനം അനുസരിക്കണം, അതെല്ലാം. എന്നാ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ചെറിയ ചെറിയ പഠനത്തിന്റെ കാര്യം ചെറിയ കാര്യം നല്ല, അല്പത്തിൽ വിശ്വസന അധികത്തിലും വിചാരകനാകും എന്നുള്ള കാര്യം നമ്മളിപ്പം കേട്ടതേ ഉള്ളൂ. ലൂക്കോസ് 16:10 നമ്മുടെ മനഃപ്പാടവചനമായിട്ട്, അല്പത്തിൽ നമ്മൾ വിശ്വസനായിരിക്കണം, ആയിരിക്കരുത് എന്നുള്ളതല്ല, ആയിരിക്കണം. എന്നാ മെനി ടൈംസ് വി മേജർ ഓൺ മൈനർ തിങ്സ് ആൻഡ് ഇഗ്നോർ ദ മേജർ തിങ്സ്. ചില ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇതിന്റെ കാര്യങ്ങൾ പറയും, പക്ഷെ അപ്പനമ്മമാരെ ബഹുമാനിക്കുക, അവർക്ക് കീഴടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക, ആ അല്ലെങ്കിൽ ആ ഒരു കൂട്ടസൗരങ്ങൾ തമ്മിലുള്ള സ്നേഹം, അങ്ങനെയൊക്കെയുള്ള വീറ്റിയ പ്രൊവിഷൻസ് ഓഫ് ദ ലോ, ആ ഒരു ന്യായപ്രമാണത്തിനെ ഘനമേറിയവയെ നിങ്ങളെ നെഗ്ലക്ട് ചെയ്തല്ലോ. നമ്മൾ എഫേസ്യർ 5 വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ആ സഹോദരനോട് ഞാൻ പറഞ്ഞ ആ വാക്യം, മത്തായി 23 പരീക്ഷന്മാരോട് കർത്താവ് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ, പുള്ളി അത് വളരെ കറക്റ്റായിട്ട്, ശരിയാണ് ഡോക്ടർ പറഞ്ഞു, ശരിയാണ് എനിക്ക് ആ കാര്യത്തില് എന്ന് പറഞ്ഞ് പുള്ളി അത് അക്നോളജ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരി, ഡിലൈറ്റഡ്. ഐ ബിലീവ് അതിനെ ഓൾറെഡി ആ കാര്യത്തിലെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ടാവുന്ന ഞാൻ പറഞ്ഞു വെച്ചാൽ, മത്തായി 23 കർത്താവ് പരീക്ഷന്മാരോട് പറയുമ്പോൾ അതിന്റെ 23-24 വാക്യങ്ങളിൽ എന്താ നമ്മൾ വായിക്കുന്നത്? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ 23-23 എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കൊട്ടേഷൻസ് ഓർമ്മ വരും. ഒന്ന് മത്തായി 23-23, പിന്നെ സംഖ്യാപുസ്തകം 23-23 എന്താ പറയുന്നത്? യാക്കോബിനെതിരെ ആഭിചാരമില്ല, ഇസ്രയേലിനെതിരെ ക്ഷുദ്രപ്രവൃത്തിയൊന്നും ഭരിക്കത്തില്ലെന്നൊക്കെ പറയുന്ന വാക്യം. അത് ചില പലരും കൂടൊക്കെ മാത്രം അതൊക്കെ പേടിക്കുന്നവരോട് നമ്മൾ പെട്ടെന്ന് ഈ വാക്യം പറഞ്ഞു കൊടുക്കും. നമ്പേഴ്സ് 23-23, സാം 23 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 23 എന്നുള്ള വാക്യം അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പം മത്തായി 23-23 എന്ന കൊച്ചു പിള്ളേര്, സൺഡേ സ്കൂൾ പിള്ളേര് റോമൻസ് 3:23 എന്ന് പറയുന്നു. റോമൻസ് 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. സൺഡേ സ്കൂൾ പിള്ളേരെ അവിടെ വലിയൊരു വെച്ച് ഒരു മോനിപ്പോ വലിയ ആളായി. റോമൻസ് 3:23 എന്ന് പറയും. 3 എന്ന് പറയാൻ അദ്ദേഹത്തിന് 3:23 എന്ന് പറയാം. ഫാവൽ 23 ഇവിടെ മത്തായി 23-23 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും, നമ്മൾ എല്ലാവരും കപടഭക്തിയുടെ ഒരു ആവരണം നമുക്ക് അറിഞ്ഞു അറിയാതെയൊക്കെ ഒരു 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 ലെയർ ഉണ്ട്. അത് ജഡത്തിലുള്ള ഒരു കാര്യമാണ്. അത് ദൈവം തന്നെ വേണം അതിന്റെ ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ സാൻഡ്ബേൺ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉള്ളി പൊളിക്കുന്നത് പോലെ, അന്യൻ വെങ്കായം പൊളിക്കുന്നത് പോലെ ഓരോ ലെയർ മാറ്റുമ്പോഴും അടുത്ത വേറെ ലെയറുണ്ട്, അടുത്ത വേറെ ലെയറുണ്ടെന്ന് പറയുന്നത് വരെ കപടഭക്തി നമ്മുടെ തന്നെ മനുഷ്യരുടെ മുമ്പാകെയുള്ള ഒരു അഭിനയമോ അങ്ങനെയുള്ളൊരു കപടഭക്തിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ നമ്മുടെ ജഡത്തിലുള്ള, നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലൊരു മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചുകൂടെ ഒരു ആത്മീയമായിട്ട് അഭിനയിക്കാനോ ഒക്കെയുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉള്ളതാണ് ജഡത്തിൽ. നമുക്ക് തന്നെ ദൈവം വിളിച്ചു തരുന്നതിനനുസരിച്ച് നമുക്കത് ക്ലെൻസ് ചെയ്യാനും നമുക്കത് കഴുകാനൊക്കെ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കപടഭക്തരായ ശാസ്ത്രന്മാരും പരീശന്മാരുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും, പതാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സുവർണയുടെ പതാരമല്ല, 10-1 കൊടുക്കുകയും, ടൈത്ത് ചെയ്യുന്ന കാര്യമോട് പറയുന്നു. പതാരം കൊടുക്കുകയും, ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ വെയിറ്റിയ പ്രൊവിഷൻസ് ഓഫ് ദ ലോ, ന്യായപ്രമാണത്തില് ഘനമേറിയതായിട്ടുള്ള ചില കാര്യങ്ങൾ, ന്യായം, കരുണ, മറ്റുള്ളവരുള്ള കരുണ, വിശ്വസ്തത, ആ ഒരു ജസ്റ്റിസ്, മേഴ്സി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, അങ്ങനെയുള്ള ഘനമേറിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത് ചെയ്യുക, മറ്റത് ത്യജിക്കാതിരിക്കുകയും വേണം. ചേതാ പറയുന്ന കഥ പറയുന്നത് മറ്റത് ചെയ്യണ്ട എന്നുള്ളതല്ല. എന്നുവെച്ചാൽ അന്ന് ശാസ്ത്രമാരും പരിശുമാരും ഒക്കെ പഴയ നിയമത്തിലുള്ളവരായതുകൊണ്ട് അന്ന് അവർക്ക് പഴയ നിയമത്തില്, പഴയ ഉടമ്പടിയിൽ ടൈപ്പിംഗ് ഉണ്ട്, ദശാംശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദശാംശം ഇന്ന് പുതിയ ഉടമ്പടിയിൽ ദശാംശം ഇല്ല, അത് വേറെ കാര്യം. നമ്മള് നിൽക്കാതെ വ്യക്തമായിട്ട് കേട്ടുള്ളത് പഴയ ഉടമ്പടിയിൽ അന്ന് ദശാംശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളത് ത്യജിക്കാതിരിക്കുക എന്ന് പറയുന്നത്.
ഇതിന് ബാക്കി പല കാര്യങ്ങളിലുള്ള കൃത്യതയും കാര്യങ്ങളൊക്കെ വേണ്ട എന്നുള്ളതല്ല. എന്നാ എന്താ എന്നാ ഇത് ചെയ്യുകയും എന്നുള്ളൊരു കാര്യം പൊതുവെ സന്തോഷത്തോടെ കൊടുക്കുകയും നമ്മുടെ പ്രാപ്തിക്കൊത്തണം കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാക്കി നമ്മുടെ ഈ ടൈപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കള്ളപ്രവാചകന്മാരുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ് ടൈപ്പിംഗ് ഒക്കെ. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയണമെങ്കിൽ പൈസ ചോദിക്കുന്നവരാണ് കള്ളപ്രവാചകന്മാർ. പൈസ ഒക്കെ ആയിട്ട് ശുശ്രൂഷിക്കുകയും പൈസ ഡൊണേറ്റ് 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 ഗിവ് 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 ബാക്കി എല്ലാം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ഒരു കാര്യം മാത്രമേ ദൈവത്തിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ളൂ. ഇത് ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കുന്ന ദൈവത്തിന് നിങ്ങൾക്ക് മെർസിഡീസ് ബെൻസ് കാറും ഫ്ലൈറ്റും പ്രൈവറ്റ് ജെറ്റും എല്ലാം തരാൻ സാധിക്കും. ദൈവത്തിന് തരാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൈസ തരാൻ മാത്രം ദൈവത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പൈസ തരണം. അതുകൊണ്ട് 8 കോടിയുടെ ചർച്ച് ബിൽഡിംഗ് വെക്കാൻ വേണ്ടി നിങ്ങൾ പൈസ തരണമെന്ന്, നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം തരണമെന്നൊക്കെ കള്ളപ്രവാചകന്മാര് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അതാ കള്ളപ്രവാചകം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ തിരിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് പറയാം കർത്താവ് തമാശ പറഞ്ഞു. തമാശ പറയുന്നത് വെച്ചാൽ വളരെ ഹ്യൂമറസ് ആയിട്ടൊരു എക്സാമ്പിൾ കർത്താവ് 24-ാമത്തെ വാക്യത്തിൽ. തമാശ എന്ന് പറയുമ്പോൾ കർത്താവ് ഹ്യൂമറസ് ആയിട്ട് പറയുമ്പോൾ നർമ്മബോധത്തോടെ പറയുന്നത്, പക്ഷെ അത് ഏറ്റവും കുറുക്കി കൊള്ളാൻ വേണ്ടി ഡ്രൈവ് ദ പോയിന്റ്. ചില കാര്യങ്ങൾ നമ്മൾ നർമ്മബോധത്തോടെ പറയുമ്പോഴേ അത് നമുക്ക് കത്തത്തുള്ളൂ. അപ്പൊ കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയാണ്. വലിയ കാലത്ത് വലിയ അരിപ്പയൊക്കെ വെച്ച് ഇങ്ങനെ കൊതുകിനെ അരിച്ചെടുക്കുക. പക്ഷെ വലിയൊരു ഒട്ടകം അങ്ങ് വിഴുങ്ങിക്കളയുക ചെയ്യും. വലിയ ഒട്ടകം അതങ്ങ് ഇഗ്നോർ ചെയ്യുന്ന കൊതുകിനെ. അപ്പൊ ഞാൻ സവിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ടെക്നോളജി ഞാനിപ്പം നമുക്ക് ഒട്ടകത്തിലേക്ക് നോക്കാം. കൊതുക് അതുള്ള കാര്യങ്ങളൊക്കെ അരിച്ചെടുക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒട്ടകം വിഴുങ്ങിക്കളയാതെ, ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ ഒരു കുടുംബ ബന്ധങ്ങളിലെ ആ ഒരു സ്നേഹവും ദൃഢതയൊക്കെ കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ 1-2 ആഴ്ച മുമ്പ് അതുപോലെ എൽഡേഴ്സ് മീറ്റിംഗിൽ അവിടെ നെല്ലിപ്പോലെ ജോസ് പേർ പറയുമായിരുന്നു, ഇങ്ങനെ ആ ഒരു സഭകളിലുള്ള കുടുംബങ്ങളിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസും ഭാര്യാഭർത്തൃ ബന്ധം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അതായത് നമുക്ക് ഭാര്യയും ഭർത്താവും, ഭാര്യാഭർത്തൃ ബന്ധം, അത് ശരിക്കും ലോകത്തിന് മുമ്പാകെ യേശു എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് എന്ന് കാട്ടിക്കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു ഭർത്താവ്, ഒരു ക്രിസ്ത്യാനിയായ ഭർത്താവ്, ഒരു ക്രിസ്തീയ വിശ്വാസിയായ ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും പോറ്റിപ്പുലർത്തുകയും ടേക്ക് കെയർ ചെയ്യുകയും ഭാര്യയുടെ ആവശ്യങ്ങളോട് വളരെ സംവേദനക്ഷമതയോടെ സെൻസിറ്റീവായിട്ട് ആയിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യേശു എന്നെ എങ്ങനെ സ്നേഹിച്ച് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം, ഒരു പ്രൊക്ലമേഷൻ, ഡിസ്പ്ലേ ഓർ മാനിഫെസ്റ്റേഷൻ, ഡെമോൺസ്ട്രേഷൻ, ഡെമോ. നമ്മളൊരു പുതിയ വാഷിംഗ് മെഷീൻ കാണിക്കുമ്പോൾ ഒന്ന് ഡെമോ കാണിച്ചിട്ട് പോകാന് കടക്കാരോട് പറയും. പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തിന് മുമ്പാകെ കാണിക്കേണ്ട ഡെമോ, യേശു എങ്ങനെ എന്നെ സ്നേഹിച്ച് എന്ന് ഭർത്താക്കന്മാര് ഭാര്യമാരെ അതുപോലെ സ്നേഹിക്കുകയും, പിന്നെ നമ്മൾ എങ്ങനെ കർത്താവിന് എല്ലാത്തിനും കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് ഭാര്യമാര് ഭർത്താക്കന്മാരെ അതുപോലെ കീഴടങ്ങുകയും ഒക്കെ ആ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ, അതിലൂടെയൊക്കെ ഈ ലോകത്തിന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അപ്പനമ്മമാർക്ക് നിങ്ങൾ കീഴടങ്ങുമ്പോൾ അപ്പനമ്മമാര് പറയുന്നത് ഇപ്പൊ ചില കാര്യങ്ങള് പറയുമ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തോണ്ട് വരാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും ദിവസങ്ങൾ പെട്ടെന്ന് ഓടി ചാടി ചെന്ന് അനുസരിക്കുമ്പോൾ ഹൗ ഐ എം ഡിലൈറ്റഡ്. ഇപ്പം അവര് ഇന്ന് ഈ 12 വയസ്സ് വരെയൊക്കെ പിള്ളേരെ അടിക്കാന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞുങ്ങളെ അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയിരുന്നു അടിക്കേണ്ടതിന് ആവശ്യം വരാതെ വേണം അവര് വളർന്നു ശ്രദ്ധയാ ഉപയോഗിക്കും. പിന്നെയും കുറച്ചുകൂടെ വഴക്ക് വരട്ടെ ഇളയാളെ, എന്നാലും ഇളയാളെ അടിച്ചിട്ട് കുതിരക്കാലമായി എന്ന് വെച്ചാൽ അടിക്കേണ്ട അവസരം വരാത്ത രീതിയിൽ അവര് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ കുഞ്ഞുങ്ങളെ നമ്മൾ കൊച്ചുനാളെ മുതൽ നന്നായിട്ട് അടി കൊടുത്ത് വേണ്ടുന്നതൊക്കെ വളർത്തിയ പിന്നെ അധികം അടി വളർത്തേണ്ട വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ അടി കൊടുക്കാതെ വേണ്ടവണ്ണം അടി കൊടുക്കാതെയൊക്കെ വളർത്തിയ പിന്നെ ജീവിതകാലം മൊത്തം അവരുടെ അടി ആക്ഷരികമായിട്ടായിരിക്കത്തില്ല, എന്നാൽ അവരുടെ അടി കൊണ്ടുകൊണ്ടിരിക്കാനായിരിക്കും പേരൻസിന്റെ ദൗർഭാഗ്യം. അപ്പം അങ്ങനെയുള്ള പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഇത് മുമ്പാകെ മനസ്സാന്തരപ്പെടേണ്ടി ചെയ്യുമ്പോൾ ഞാൻ വേണ്ടവണ്ണാന്ന് എനിക്ക് അതിനെ കുറിച്ച് വെളിച്ചമില്ലായിരുന്നല്ലോ എന്ന് ഓർത്ത് നമുക്ക് എഫേസ്യർ 5 വരാം. എഫേസ്യർ 5 വരുമ്പോൾ അവിടെ അതിന്റെ 21-ാമത്തെ വാക്യം മുതലാണ് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വാക്യം. 21-ാമത്തെ എഫേസ്യർ 5 22 മുതലാണ് ഭാര്യമാരി എന്ന് പറഞ്ഞ് ആ ഒരു കുടുംബം, ഫാമിലി ടോപ്പിക് അങ്ങ് തുടങ്ങുന്നത്. എന്നാ നമ്മളിപ്പോഴും
എപ്പോഴും അതിന്റെ കോണ്ടെക്സ്റ്റ് വായിച്ചുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭാര്യമാരി എന്ന് പറഞ്ഞ് 22-ാമത്തെ വാക്യം എഫേസ്യർ 5:22. പിന്നെ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് തൊട്ട് താഴെ തന്നെ 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ മക്കളെയും എന്ന് പറഞ്ഞ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ 6-ാം അധ്യായത്തിന് തന്നെ 5-ാമത്തെ വാക്യത്തിൽ ദാസന്മാരെ, അന്ന് ഭവനങ്ങളിലൊക്കെ ദാസന്മാര്, സ്ലേവ്സ്, അടിമകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അത് നമുക്ക് ഓഫ്കോഴ്സ് നമ്മള് കീഴുദ്യോഗസ്ഥരായിട്ട് നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കാര്യങ്ങളോടൊക്കെ അത് കീഴുദ്യോഗസ്ഥരായിട്ട് ആയിരിക്കുന്നവര്, മേലുദ്യോഗസ്ഥരായിട്ട് നമ്മള് മാസ്റ്റേഴ്സ്, 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ എന്ന് പറയുമ്പോൾ നമുക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും, ഇവിടെ ജോലി സ്ഥലത്ത് കാണും, ചിലപ്പം വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നവർ കാണും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ എന്താ ഒരു യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ വീട്ടിലെ പലയിടത്തും യുദ്ധം നടക്കുന്നു, പക്ഷെ ഇവിടെ വീട്ടില് നമുക്ക് ജയം ഉണ്ടെങ്കിൽ എന്താ താഴെ ഒരു യുദ്ധം ആർക്കെതിരെ? സാത്താനെതിരെ നിന്ന് പോരാടുന്ന ഒരു കാര്യം. സാത്താന്റെ ആ ഒരു ഫൈറ്റ് നമ്മള് സാഗ്ബറിന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ഒരു ഫാമിലി പോർഷൻ ഇസ് സാൻഡ്വിച്ച്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു സാൻഡ്വിച്ച് എല്ലാവർക്കും തന്നല്ലോ അല്ലെ? എല്ലാവർക്കും ഓർക്കുന്നുണ്ടല്ലോ. സ്നേഹം അപ്പുറവും ഇപ്പുറവും ഉണ്ട്. പിന്നെന്താ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണമായിരുന്നു ബ്രെഡ്. അപ്പം ബ്രെഡ് അല്ല, കട്ട്ലറ്റ്, വിശുദ്ധീകരണ കട്ട്ലറ്റ്, ബ്രെഡ് അപ്പുറവും ഇപ്പുറവുള്ള സ്നേഹം. നമ്മളത് 1-4 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ ഇവിടുത്തെ സാൻഡ്വിച്ച് എന്താ? ഈ സൗകര്യം എല്ലാ പ്രാവശ്യം സാൻഡ്വിച്ച് എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ടൊന്നും തരത്തുമില്ല എന്ന് നിങ്ങളാരും പറയുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഇവിടുത്തെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാല് ഇവിടെ ഫാമിലി പോർഷൻ ആണ് കട്ട്ലറ്റ്. ഫാമിലി പോർഷൻ എവിടെ? എഫേസ്യർ 5:22 മുതൽ പിന്നെ 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ വരെ ഫാമിലി പോർഷൻ കട്ട്ലറ്റ്. എല്ലാവർക്കും കട്ട്ലറ്റ് കിട്ടിയോ? ഓക്കെ. അപ്പുറം ഇപ്പുറമുള്ള ലോഫ് ഓഫ് ബ്രെഡ് എന്താന്ന് ചോദിച്ചാൽ എന്റെ തൊട്ട് മുമ്പേ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്നതിനെ കുറിച്ച് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന്റെ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിറയപ്പെടുവിൻ എന്ന് ഒരു കൽപ്പനയായിട്ട്, മലയാളത്തിൽ അത് ഒറ്റ സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ആ ഒരു കൽപ്പനയായിട്ട് ചിലപ്പം നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഗ്രീക്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ്. ഇംഗ്ലീഷ് MA ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡു ദാറ്റ്, റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഇംപറേറ്റീവ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പന്റ് ചെയ്തോ എന്നുള്ളത്. റിപ്പന്റ് കമാൻഡ് കേട്ട അത് കേൾക്കുന്ന ആൾ തന്നെ അനുസരിക്കേണ്ട ആളാണ് ഇംപറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇംപറേറ്റീവ് ആയിട്ട് ബി ഫിൽഡ്, അത് ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, ബീയിങ് ഫിൽഡ് എന്ന കുറച്ചുകൂടെ ഒരു പ്രസന്റ്, ആ ഒരു കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബീയിങ് ഫിൽഡ് എന്നൊക്കെ നമ്മൾ സാങ്ക്ടിഫൈഡ് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു അതിന്റെ മലയാളത്തില് 18-ാമത്തെ വാക്യത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. മലയാളത്തിൽ 19-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 18-ാമത്തെ വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനാന സ്തുതികളാലും എന്ന് കഴിഞ്ഞിട്ട് അവസാനം 20-ാമത്തെ വാക്യത്തിൽ ചെയ്ത് കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പറേറ്റീവ് വന്നു. പക്ഷെ ഇതെല്ലാം കൂടി ഒരു വലിയൊരു ലോങ് സെൻസ് ആയതുകൊണ്ട് ആത്മാവ് നിറഞ്ഞവരൊക്കെ പറ്റുമെങ്കിൽ ആയിക്കോ, അത് കഴിഞ്ഞിട്ട് അവസാനം സ്തോത്രം ചെയ്ത് കൊള്ളുവിൻ എന്ന കമാൻഡ്മെന്റ് ആണ് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചെടുക്കരുത്. അത് ഓരോന്നും കമാൻഡ്മെന്റ് ആണ്, കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കമാൻഡ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിന്ന ക്ലിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ്മെന്റ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഈ എഫേസ്യർ 5:19 വാക്യം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 18-ാമത്തെ വാക്യം. അപ്പം പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് നിറയുവിൻ, പെട്ടെന്ന് സാത്താനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ വരട്ടെ, അതിനു മുമ്പ് ഇവിടെ വീട്ടിൽ കുറച്ച് യുദ്ധങ്ങളൊക്കെ സമാധാനമാക്കിയിട്ട് മതി സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. നമ്മളെ സാങ്ക്ബേർഡിൽ പലപ്പോഴും ഒരു 3 നില കെട്ടിടത്തിന്റെ എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. 3 സ്റ്റോറി ബിൽഡിംഗ്. എന്തൊക്കെയാ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാല് കർത്താവിന് നമ്മളോടുള്ള സ്നേഹം, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ യേശു എന്നെ സ്നേഹിക്കുന്നു, അതാ ഫൗണ്ടേഷൻ. ജോൺ 17:23. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് ഫൗണ്ടേഷൻ. ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ് എന്ന് നമ്മൾ എഫേസ്യർ 3:17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു സ്നേഹത്തിൽ വേരൂന്നിയും എന്നുള്ളൊരു കാര്യം, അതാ ഫൗണ്ടേഷൻ. കർത്താവിന് നമ്മളോടുള്ള ആ ഒരു നിത്യമായിട്ടുള്ള അളവില്ലാത്ത സ്നേഹത്തിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം ഒരു വെളിപ്പാടുണ്ടോ അത്രയധികം ആഴത്തിലുള്ള ഒരു ഫൗണ്ടേഷനാണ് നമുക്കുള്ളത്. പിന്നെ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം. ഈ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എല്ലാം കൂടെ മാറ്റി തിരിഞ്ഞ് പറഞ്ഞാൽ അതും കൺഫ്യൂഷൻ. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിനെ തന്നെ ഫസ്റ്റ് ഫ്ലോറിനെ വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ എന്താണ്? നമ്മളുടെ പേഴ്സണൽ വാക്ക് വിത്ത് ദ ലോർഡ്, കർത്താവിനോടുള്ള നമുക്കുള്ള ആ ഒരു
തിരിച്ചുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും. കർത്താവിന്റെ സ്നേഹം ആണ് അടിസ്ഥാനം, ഫൗണ്ടേഷൻ. പിന്നെ നമുക്ക് നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ചേർന്നുള്ളൊരു നമ്മുടെ ഒരു പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പല ആഴ്ചകളിലൊക്കെ പറയാറുണ്ട് അല്ലേ. എന്താ ആ ഒരു ആദ്യ സ്നേഹത്തെ കുറിച്ചും കർത്താവിനുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഫേസ് ടു ഫേസ് വിത്ത് ജീസസ്, യേശുവുമായി മുഖാമുഖം പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ പല പല ആഴ്ചകളിലായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു. ഒരു പേഴ്സണൽ വാക്ക് വിത്ത് ദ ലോർഡ്, അതാണ് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോർ, അതിന്റെ മേലെയുള്ള ഫ്ലോർ ആണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പറയാമെന്ന് ചിന്തിച്ചത്. എന്താ? ഫാമിലി ലൈഫ്, ആ ഒരു ഫാമിലി ഫ്ലോർ, നമ്മുടെ കുടുംബ ബന്ധങ്ങള് എന്ന് പറയുമ്പോൾ നമ്മള് യുനോ അതുപോലെ ഇപ്പം കല്യാണം കഴിക്കാൻ ആയിരിക്കുന്നവരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങള് അതുപോലുള്ള ഒരു ഫാമിലി ലൈഫ് ആയിരിക്കും. ഞാൻ യുനോ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ സാങ്ക്ബറിന്റെ ഫാമിലി മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെയുള്ള ഒരു ഈ പറയുന്നത് പോലെ വളരെ പ്രകാരം ഉള്ളൊരു കുടുംബജീവിതം വേണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ ശ്രീലി അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീലയുടെ പേരൻസ് വളരെ നല്ല പേരൻസ്, പക്ഷേ എങ്കിലും അവര് തമ്മിലുള്ള ചില ചേർച്ചയില്ലായ്മ, ചെറിയ കാര്യങ്ങളാ. അപ്പൊ അതൊക്കെ ആ വീട്ടിലുള്ള പല അസമാധാനവും ഒക്കെ പലപ്പോഴും അതാണ് ശരിക്കും കർത്താവിലേക്ക് ആദ്യം എനിക്കിനി ഈ കല്യാണമേ എന്ന് പറയുന്ന സംഭവം വേണ്ട എന്ന് പലപ്പോഴും ചിന്തിക്കത്തൊക്കെ വേണം. ഞാനത് ആ പേരൻസിനെ കുറ്റം പറയില്ല, അവർ നല്ല പേരൻസ് ആട്ടോ. ഞാൻ അവര് ഇന്ന് നല്ല വീടുകളിലൊക്കെ ഉള്ളതുപോലെയുള്ള ചില ചേർച്ചയില്ലായ്മകളൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ കല്യാണമേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആ പെൺകുട്ടി പിന്നെ കർത്താവിനാൽ പിടിക്കപ്പെട്ട് കർത്താവിനെ കണ്ട് അവിടെ തിരുവല്ലയിലായിരുന്നപ്പോൾ തിരുവല്ലയിൽ ചേർച്ചില്, നമ്മുടെ CC ചേർച്ചിലോട്ട് ദൈവം കൊണ്ടുവന്നു. അപ്പൊ അവിടെയുള്ള ആ ഒരു പല മാതൃകാ കുടുംബങ്ങളെയൊക്കെ കണ്ട, അവരിൽ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ അവിടെയുള്ള നല്ല ചില ഹസ്ബൻഡ്സ് ആൻഡ് വൈഫിനെ കാണുകയൊക്കെ ചെയ്യുന്ന അപ്പോൾ സ്ത്രീകൾക്ക് എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലി വേണം എന്നുള്ളൊരു ആഗ്രഹം സ്ത്രീകളുടെ ഹൃദയത്തിലുണ്ടായ ഒരു പ്രാർത്ഥനയായിട്ട് മാറി. അങ്ങനെ അനേകം വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെയുള്ള ടെസ്റ്റിമണി നിങ്ങൾക്ക് പലർക്കും പറയാൻ കാണും. അപ്പം ചെറുപ്പക്കാരായിട്ടുള്ളവർ നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കണം, അതിനായിട്ട് ഒരുങ്ങണം. അതായത് നിങ്ങൾക്കൊരു 20 വയസ്സെങ്കിലും ആയെങ്കിൽ പ്രാർത്ഥിക്കാൻ ഉള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് പല പെൺകുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയാം, ഞങ്ങൾക്ക് ഇപ്പോഴേ കല്യാണമൊന്നും വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് മൂത്ത് നരച്ച് 30 വയസ്സ് 40 വയസ്സ് PGയും കഴിഞ്ഞ് പോസ്റ്റ് PhDയും കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് മതി എന്ന് പറയുന്ന തരത്തിലുള്ള ചില പെൺകുട്ടികൾ, ദാറ്റ് ഈസ് റിബല്യൻ അഗൈൻസ്റ്റ് ദ ഓർഡർ ഓഫ് ഗോഡ്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ തന്നെ ഫെർട്ടിലിറ്റി, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏജ് അഡ്വാൻസ് ആവും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുക, ശാസ്ത്രീയമായിട്ട് പറയുന്നതാണ്. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡും ബാക്കി ഓരോ ഇതൊക്കെ കാരണം ഒത്തിരി പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയുടെ വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ വളരെ താമസിച്ച് കല്യാണം കഴിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റ്, അത് വേറെ പല കാരണങ്ങളാൽ മാരേജ് ലേറ്റ് ആയി പോകുന്നവരുടെ കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ആ ഒരു ഏർലിയസ്റ്റ് ആയിട്ട് ഇപ്പൊ ആ ഒരു പെൺകുട്ടികളാകുമ്പോൾ ഒരു 23, 24, 25 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആ ഒരു നല്ലൊരു പ്രായമായി. ആൺകുട്ടികളാകുമ്പോൾ അവർക്കൊരു അവരുടെ പഠിത്തം കഴിഞ്ഞ് അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ സെറ്റിലായി സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു പ്രാപ്തിയായി കഴിഞ്ഞാൽ അവർക്ക് പ്രായം അതിക്രമിച്ചു. ഒരു 26, 27, 28 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് നല്ല പ്രായമായി ആൺകുട്ടികളെ സംബന്ധിച്ചോടെ. അപ്പൊ അങ്ങനെ പലപ്പോഴും അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ട് പിന്നെ ജോലി ഒരു ഐഡലായിട്ട്, ജോലി ഒരു വിഗ്രഹമായിട്ട് മാറുന്നു, കരിയർ ഒരു വിഗ്രഹമായിട്ട് മാറുന്നു. അതിന്റെ ജഡ്ജ്മെന്റും അതിന്റെ ദൈവത്തിന്റെ ന്യായവിധിയും കോൺസിക്വൻസസും ഒക്കെ പലരും അനുഭവിക്കുന്നതായിട്ട് ഞാൻ എന്റെ ഒത്തിരി ഡോക്ടർ സുഹൃത്തുക്കളെയൊക്കെ എനിക്കറിയാം, വിശ്വാസികളായിട്ടുള്ളവരൊക്കെ തന്നെ. ഞാൻ ആരെയും കണ്ടറിയാൻ നമ്മൾ ആരുമല്ല, പക്ഷെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പറയുക പലപ്പോഴും ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സമയത്ത് ഒരു പക്ഷേ എനിക്കറിയത്തില്ല, മേ ബി പല പല ഫാക്ടേഴ്സ് കാണും. സോ അതുകൊണ്ട് ആരെയും കുറ്റം വിധിച്ചുകൊണ്ട് പറയാനോ ആരെയും കല്ലെറിയാനോ അല്ല, മറിച്ച് നമ്മളത് ഞാൻ നിങ്ങളോട് ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ നിങ്ങളോട് പറയൂ, നിങ്ങൾ ഏർലിയസ്റ്റ് ആയിട്ട് മുമ്പാകെ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ, അത് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾ പല ടെംപ്റ്റേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാനൊക്കെ. പലപ്പോഴും പല റിലേഷൻഷിപ്സിലോട്ടും ഒക്കെ ആൾക്കാർ അകപ്പെട്ടു പോകുന്നത് ഈ ഒരു ഗോഡ്ലി ക്രിസ്ത്യൻ ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഹൃദയത്തിലോ പ്രാർത്ഥനയിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പെൺകൊച്ചി അങ്ങോട്ട് ഇളിച്ച് കാണിക്കുമ്പോൾ ഇങ്ങോട്ട് ഇളിച്ച് കാണിക്കാനും പിന്നെ ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും ജീവിതം തന്നെ ചീറ്റിപ്പോകാനും ഒക്കെ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് അതുപോലെ ഒരു പ്രാർത്ഥനയും ഹൃദയഭാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ലോകത്തിലുള്ളവരാണെങ്കിലും നമ്മൾ ലോകത്തിൻ്റെതല്ല എന്നുള്ള ഒരു ബോധ്യത്തോടെ
ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു കുടുംബം. അപ്പൊ ഞാൻ ഈ വചനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇത് ജസ്റ്റ് വെറുതെ നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ സ്വന്തം നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ വലിയ വിശദമായിട്ട് പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഭാരവും കർത്താവേ, ആ ഒരു ഗോഡ്ലി ഫാമിലി, ഇപ്പൊ നമ്മൾ ഇപ്പം വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രാർത്ഥന, വിവാഹം കഴിച്ചവരാണെങ്കിൽ നമ്മുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോടുള്ള ആ ഒരു കരുതലും സ്നേഹവും കീഴടങ്ങലും എത്രമാത്രം വചനപ്രകാരം വചനത്തിന്റെ ആ ഒരു സ്കാനിങ് മെഷീനിൽ ഒരു ഫ്രീ MRI, പെറ്റ് സ്കാൻ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അതുപോലെയൊക്കെ ഇപ്പൊ ഈ CT MRI എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ചീപ്പായി പോയിരുന്നത്, കുറച്ചുകൂടി കൂടി സ്കാനൊക്കെ പറയുന്നത്. പെറ്റ് സ്കാനൊക്കെ നമ്മുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും വല്ല ഗ്രോത്ത്, വല്ല ട്യൂമർ, വല്ല ക്യാൻസർ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയുന്ന ഇങ്ങനെ നമ്മള് ഡോക്ടർ പറയാം ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ പിന്നെ ഒരു സ്കാൻ എടുത്തേക്ക്. ആദ്യം ചെറിയൊരു സ്കാനൊക്കെ പറയും, പിന്നെ കുറച്ചുകൂടെ കൂടിയ സ്കാനൊക്കെ പറയും. അപ്പൊ എന്ന് പറയുന്നത് പോലെ ദൈവവചനം ഒരു സ്കാൻ ആണെന്ന് ഇവിടെ പറയുന്നത്. ദൈവവചനം ഒരു സ്കാൻ ആണെന്ന് ഇവിടെ പറയുന്നത്. ദൈവവചനം ഒരു കണ്ണാടിയാണെന്നാണ് ഇവിടെ യാക്കോബ് 1:23 നമ്മൾ വായിക്കുന്നത്. പിന്നെ അന്ന് സ്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് യാക്കോബ് അങ്ങനെ കണ്ണാടി എന്ന് എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ സൈബറിന് കിട്ടുന്നുണ്ട്. കണ്ണാടി നമ്മുടെ മുഖത്തിന്റെ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ കണ്ണാടി കാണിച്ചു തരുമില്ല, പുറമേ ഉള്ള കാര്യം കണ്ണാടി കാണത്തുള്ളൂ. അപ്പൊ അന്ന് സ്കാനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കണ്ണാടി എന്ന് ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നത്. അവിടെ CMC വലിയൊരു സൈബർ ഒരു പബ്ലിക് മീറ്റിംഗിന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് 2015 ഫെബ്രുവരി 15 എന്നുള്ള അത്രയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ CMCയുടെ സ്കഡർ ഓഡിറ്റോറിയത്തില് CMCയിൽ അവിടെ ഒരു പബ്ലിക് മീറ്റിംഗ്സിനായിട്ട് ബ്രദർ വന്നപ്പം നമ്മുടെ CFCയിൽ പബ്ലിക് നമ്മുടെ ചർച്ചിന്റെ കോൺഫറൻസിനായിട്ട് വന്നപ്പോൾ CMCയിൽ കൂടെ, അതായത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വലിയൊരു കൂടെ ഒരു പബ്ലിക് മീറ്റിംഗ് വെക്കാൻ വേണ്ടി നമ്മള് ദിവസമാഴ്ച ഓർഗനൈസ് ചെയ്ത്, അപ്പം ബ്രദറ് അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് ബ്രദർ സംസാരിക്കും. ബ്രദറിന്റെ വൈഫ് ആനിസ അക്വിൻ, ആനിയ സിസ്റ്റർ അവിടുത്തെ തന്നെ അലുമിനസ്, വർഷം മുമ്പ് അവിടെ പഠിച്ചിറങ്ങിയ ഡോക്ടറാ. അപ്പം ബ്രദർ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനോട്, മെഡിക്കൽ കമ്മ്യൂണിറ്റിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ യാക്കോബ് 1:23 പറഞ്ഞുകൊണ്ട് തുടങ്ങിയതായിട്ട് എന്റെ ഓർമ്മ. വെച്ചാല് ദൈവവചനം ഒരു സ്കാനിങ് മെഷീനാണ്. നിങ്ങൾ ഇപ്പം അന്ന് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ സ്കാനിങ് മെഷീനിലൂടെ പോയിട്ട് സ്വന്തം കുറവുകൾ കണ്ടിട്ട് മറന്നു. ഇപ്പൊ സ്കാനിങ് എല്ലാം ചെയ്ത് ക്യാമ്പ് പോയിട്ട് വന്ന് നല്ല ക്യാൻസറും ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഒന്നും കുഴപ്പമില്ല, എന്തൊക്കെയോ എഴുതി അച്ചടിച്ച് തന്നേക്കുന്നു പറഞ്ഞ് നമ്മള് അതുപോലെ ജീവിച്ച എപ്പം തട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ നമ്മള് ദൈവജനത്തിന്റെ ആ ഒരു സ്കാനിങ്ങിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ദൈവജനത്തിന്റെ സ്കാനിങ് മെഷീനിൽ നമ്മളുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മളുടെ അപ്പനമ്മമാരോടുള്ള ബന്ധം, നമ്മളിപ്പം വയസ്സായ അപ്പനമ്മമാരായിരിക്കും, അവര് നമ്മൾ എത്രമാത്രം നമ്മള് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പേരൻസിനങ്ങ് അതിനു മുമ്പേ കീഴടങ്ങിയതുപോലെ കീഴടങ്ങുമല്ല, മറിച്ച് നമ്മൾ സ്വന്തം ഹോം എസ്റ്റാബ്ലിഷ് ചെയ്തു, സ്വന്തം കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്തു. എങ്കിലും പേരൻസിനെ നമ്മൾ ഓണർ ചെയ്യുന്നു, നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്ന എല്ലാം നമ്മളാവത് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ അവര് നമ്മുടെ ഫാമിലി ലൈഫിന്റെ ഉള്ളിലോട്ട് കയറി വരാന് നമ്മള് സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞാല് ഇവിടെ ഫാമിലി ലൈഫിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അങ്ങനെ അത്ര അങ്ങ് ഓർഡർലി ആയിട്ടല്ല ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിന്റെ തന്നെ എഫേസ്യർ 5:31 വാക്യം എന്താ വായിക്കുന്നത് നമ്മള്? അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു തരും. അപ്പൊ ആ ദൈവവചനത്തില് ഏദൻ തോട്ടത്തിന് വെളിയില്, അതായത് പാപം വരുന്നതിന് ഏദൻ തോട്ടത്തിന് വെളിയിൽ നല്ല ഏദൻ തോട്ടത്തിനുള്ളിൽ തന്നെ, പാപം വരുന്നതിന് മുമ്പ് ദൈവം മനുഷ്യരാശിയോട് ആദ്യമായിട്ട് പറഞ്ഞ കൽപ്പന ഏതാണ്? പാപം വരുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനോടായിട്ട് ആദാമിനോട് ഉപയോഗം ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞൊരു കൽപ്പന കൊടുത്തു. എന്നാൽ നമ്മളോടായിട്ട് പറഞ്ഞ ഒരു കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭർത്താക്കന്മാരോടുള്ള കൽപ്പന. അവിടെ ആദാമിന് അപ്പനും അമ്മയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എങ്കിലും നമുക്ക് വേണ്ടി അവിടെ ആദ്യം തന്നെ ഒരു കൽപ്പനയായിട്ട് അവിടെ ദൈവം മോശയിലൂടെ അവിടെ ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ് ഇവിടെ പൗലോസ് എവിടെ കോട്ട് ചെയ്യുന്നത്? എഫേസ്യർ 5:31 വാക്യത്തിൽ കോട്ട് ചെയ്യുന്നത്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും. അത് ക്രിസ്തുവിനെ സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് അവർ നാച്ചുറൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വിട്ട്, ഈവൻ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ
ഞങ്ങളുടെ പേരൻസ് ോടുള്ള അറ്റാച്ച്മെന്റ് ഈ കല്യാണത്തിന് മുമ്പ് തന്നെ വിട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈബിൾസ് ആകുമ്പോൾ തന്നെ പേരൻസിനോടുള്ള അറ്റാച്ച്മെന്റ് വിടണം. അയ്യോ അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും എന്ന് പറഞ്ഞ് യുനോ യുനോ പണ്ട് ഇപ്പൊ എന്റെ അമ്മയും ഓൺലൈനായിട്ടുണ്ട്. അമ്മ കല്യാണം കഴിക്കുന്ന കല്യാണം ആലോചിക്കുന്ന പ്രായത്തേക്ക് അമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ആ ബ്രോക്കർമാരൊക്കെ വന്ന് പറയുന്നുണ്ട് പോലെ ആലോചിക്കട്ടെ, ഞങ്ങൾ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ഒരു ക്രിസ്തീയ ബോധ്യമുള്ള ഒരു പെൺകുച്ച്, അതായത് അത് ക്രിസ്തീയ കുടുംബമാകാം, ഹിന്ദു കുടുംബമാകാം, മുസ്ലിം കുടുംബമാകാം, ബുദ്ധ കുടുംബമാകാം, ജൈന കുടുംബമാകാം, പാഴ്സി കുടുംബമാകാം, വേറെ ഏത് മതത്തിൽ നിന്നാണെങ്കിലും യേശുവിന്റെ ഒരു ശിഷ്യയായിട്ടുള്ള ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. പിന്നെ അമ്മയായിട്ട് ആലോചിച്ച് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അമ്മേനെ കാര്യങ്ങളൊക്കെ നോക്കിക്കും. ഇങ്ങനെ വലിയ സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നാൽ ആദ്യം അടിച്ചിറക്കുന്ന ഈ വീട്ടിൽ നിന്ന് അമ്മയായിരിക്കും. അതുകൊണ്ട് അത് വേണം, ദൈവഭക്തിയുള്ള ദൈവഭയമുള്ള ഒരു പെൺകൊച്ചിനെ വേണോ എന്നുള്ളൊരു കാര്യം അമ്മ തന്നെ തീരുമാനിച്ചോളാം. വെച്ചാൽ അന്നൊക്കെ ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ആദ്യം മുതലേ ആ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഇവനെ നമ്മൾ പറയുന്ന വെളിയിൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഇവന്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്ന വെളിയിൽ നടക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിന്നെ സ്ത്രീകളുടെ പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ വന്ന് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അവര് സപ്പോർട്ടായിട്ട് നിന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ പലപ്പോഴും ഈ യുനോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരും ആദ്യം തന്നെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കാത്തത് കൊണ്ടും അപ്പനമ്മമാരോടും ഒക്കെ ഉള്ള ആ ഒരു നാച്ചുറൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുന്നത്, ഇപ്പം വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് വെക്കുന്ന കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയും പണിത് വീടാണ്, പക്ഷെ അവിടെ കോട്ടേജ് മീറ്റിംഗ് വെക്കാൻ ഞാൻ അവരുടെ പെർമിഷൻ പോലും ഞാൻ ചോദിക്കാനൊന്നും നിന്നില്ല. അച്ഛനമ്മ ഇന്ന ദിവസം മീറ്റിംഗ് ഉണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, അപ്പൊ അവരുടെ ഒരു പെർമിഷൻ വേണ്ടതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവർ പണിത് വീട്, ഞാൻ അവളൊരു സ്വന്തം സ്വന്തം കുടുംബമായിട്ട് ഞങ്ങള് അവിടെ അപ്പനും അമ്മയും താമസിക്കുക, അവര് പണിതൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന. കോഴ്സ് ഞങ്ങൾ ദിവസം പുതിയൊരു വീട് ഞങ്ങളുടേതായിട്ട് പണിയുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ അത് കുറച്ചുകൂടെ ആ ഒരു സെപ്പറേഷനും വിഗ്രഹങ്ങളിൽ നിന്നുള്ള സെപ്പറേഷൻ കാര്യങ്ങളും എല്ലാം ഒന്നുകൂടെയൊക്കെ ആവാനും ഒക്കെ ആയിട്ടും വേറെ പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്വന്തമായിട്ടും വീട് പണിയുന്നത്. പക്ഷെ ഇത്രയും കാലം ഞങ്ങളിപ്പോ ഞങ്ങളുടെ പേരൻസ് പണിത് വീട്ടിൽ താമസിക്കുമ്പോൾ പോലും പേരൻസ് ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് അവരുടെ ഒരു വിടവുണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. എന്റെ ഓർമ്മയില് ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ബിലീവ് ഷീ വിൽ അഗ്രി വിത്ത് ദാറ്റ്. ആൻഡ് ഷീ ഓൾസോ ഇപ്പം തന്നെ ഇപ്പം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയപ്പം കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് നിർത്തുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ബാക്കി നിങ്ങളുടെയൊക്കെ വീടുകളിൽ വേറെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആയിരിക്കും. പക്ഷെ ഞങ്ങളുടെ വീടിന്റെ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ പേരൻസ് ഇപ്പോഴും അൺബിലീവേഴ്സാ. കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാല് അവര് വിഗ്രഹങ്ങളെ തൊഴിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം അവർക്ക് സ്റ്റാൻഡ് എടുക്കാനൊക്കെ അറിയാം. എങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് ഞങ്ങള് അങ്ങനെ അവർ കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കൂടെ പോകുന്ന സമയത്ത് അവര് അവിടെ ഞങ്ങളുടെ തന്നെ സൂപ്പർവിഷനിൽ ആ സമയത്ത് പോലും ചിലപ്പം സ്ത്രീയുടെ പമ്പയെ പൂജ റൂമുകളിലൂടെ വിളിച്ചുകൊണ്ടാണ് പോയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ചൊടിഞ്ഞ് വരും. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഉള്ള ഓരോ കാര്യത്തിലും ഇപ്പം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും ബാക്കി അതുപോലെയൊക്കെയുള്ള വേറെ അതുപോലെയൊക്കെയുള്ള എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പലപ്പോഴും ഈ കൗൺസിലിങ്ങിനായിട്ടൊക്കെ ഒത്തിരി പേരെ എന്നെ കാണുന്നതുകൊണ്ടും കൂടെ പറയാം, പലപ്പോഴും കുഞ്ഞുങ്ങൾ വേറെ പല വീടുകളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അബ്യൂസും ബാക്കി പല കാര്യങ്ങളും ഒക്കെ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഒക്കെ പല ലൈംഗിക അതിക്രമങ്ങളും അങ്ങനെയൊക്കെയുള്ള എന്റെ അടുത്ത് അങ്ങനെ നടക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഈ സൈക്കാട്രിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒത്തിരി പേര് എന്റെ അടുത്ത് പലപ്പോഴും ഒക്കെ പലരും വരുന്നതും ഒക്കെ എല്ലാവരും ഒന്നും അല്ല എങ്കിൽ പോലും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ വേണം. നമ്മുടെ പേരൻസ് നമ്മള് കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ട് നിർത്തുന്നു, അവര് ആരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ചർച്ച വന്നു പോകുന്നു, എന്തോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു, യേശുവിനെ സ്നേഹിക്കണം, യേശുവിനെ അനുസരിക്കണം, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ നമ്മളുടെ കുടുംബം, നമ്മളുടെ ഭാര്യാഭർത്തൃ ബന്ധം ദൈവവചനപ്രകാരമുള്ള ഒരു ആ ഒരു സ്നേഹത്തിലേക്കും കീഴടങ്ങളിലേക്കും ഒക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതൊക്കെ വല്ലാത്തൊരു പൊള്ളയായിട്ട് മാറും. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്തമുള്ള സൗകര്യങ്ങള് അങ്ങനെ സ്വന്തം കുട്ടികളെ നിയന്ത്രിക്കുന്നവര് വേണം ഉത്തരവാദിത്തം ഏൽപ്പിക്കാന്ന് തന്നെ അവിടെ 1 തിമോഥെയോസിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെ എന്താ, 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ച കാരണം എന്ന് വെച്ചാൽ
ആ ഒരു ഇന്ന് അത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധമാവട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് വരുന്ന വിധമാവട്ടെ, അതെല്ലാം അത്രമാത്രം ദൈവവചനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് പക്ഷെ ഇന്ന് ക്രിസ്തീയ ലോകം എന്ന് പറയുന്നിടത്ത് നമ്മൾ അങ്ങനെയൊക്കെയുള്ള എംഫസിസും കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല. ക്രിസ്തീയ ഈ ഇതുപോലെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ പലയിടത്തും ഇത് ചാട്ടവും തുള്ളലും ആരാധന എന്ന് പറയുന്ന ഇങ്ങോട്ട് റൂമിലോട്ടുള്ള പല ചാട്ടവും തുള്ളലും പ്രകടനങ്ങളും, അത് കഴിഞ്ഞിട്ട് വലിയ വലിയ സംഗീത പരിപാടികളും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പലയിടത്തും ക്രിസ്തീയ ലോകത്ത്. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലയിടത്തും ക്രിസ്തീയ ലോകത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് കുടുംബ ബന്ധങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കും ടോപ്പിക്ക് മനസ്സിലാകാൻ വേണ്ടി കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഫീസർ അഞ്ചാം അധ്യായത്തിന്റെ 22 മുതലെ ഭാര്യമാരെ എന്ന് പറയുന്നേ. അതിന്റെ തൊട്ട് 14 മുതലൊക്കെ തന്നെ വായിച്ചാല്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആർക്കെങ്കിലും ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ അതിൽ എഴുന്നേക്കണ്ട, ആത്മാവിലൊന്ന് എഴുന്നേക്കണം. അതാ പറയുന്നത്. നമ്മൾ ആത്മീയമായിട്ട് ഉറങ്ങിയിരിക്കുവാണ്. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എഫേസ്യർ 5:14 വാക്യം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ. ഞാൻ ഈ പോർഷൻ വായിക്കുക. ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. അതായത് അജ്ഞാനികളായിട്ട് ഈ ലോകത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന പോലെ അല്ല, വളരെ വിസ്റ്റത്തോടുകൂടി ബി വൈസ്. അതാ നമ്മൾ വായിക്കുന്നത്. നോട്ട് ആസ് അൺവൈസ് മെൻ ബട്ട് ആസ് വൈസ്. ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തോടുകൂടി നടക്കുവിൻ എന്നുള്ളൊരു കാര്യം, നടക്കുവാൻ നോക്കുവിൻ എന്നാണ് അവിടെ എഫേസ്യർ 5:15 നമ്മൾ വായിച്ച്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. സമയം, അത് ഇപ്പം വെക്കേഷനൊക്കെ ഉള്ള കുഞ്ഞുങ്ങളോട് എസ്പെഷ്യലി സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് നമ്മള് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു തോന്നുന്നില്ലേ. അപ്പൊ ആ ഒരു സമയം ഒത്തിരി കൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ വീഡിയോ ഗെയിമും കളിച്ച് മൊബൈലും തോണ്ടി യൂട്യൂബും കണ്ട് ബാക്കി ഓരോ സോഷ്യൽ മീഡിയയോ വാട്സപ്പോ ബാക്കി ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നമ്മളുടെ സമയം അങ്ങനെ അങ്ങ് പാഴായി പോവുകയാണോ? അവിടെ റിഡീം യുവർ ടൈം, അവിടെ മേക്ക് മോസ്റ്റ് ഓഫ് യുവർ ടൈം മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ ടൈം NASB എഴുതിയിരിക്കുന്നത്. എന്നാൽ KJV-യിലും NKJV-യിലും റിഡീം യുവർ ടൈം എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഗ്രീക്കില് എക്സാഗൊറത്സോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. കുറച്ചുകൂടെ നാവ് പഠിച്ചാലേ നന്നായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എക്സാഗൊറത്സോ എന്ന് പറഞ്ഞാൽ റിഡീം ബൈ പേയിങ് എ പ്രൈസ്. അതാണ് എക്സാഗൊറത്സോ എന്ന് പറഞ്ഞാല്. ഈ അടിമയെ ഒരു വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്സാഗൊറത്സോ എന്ന് പറഞ്ഞാൽ റിഡീം യുവർ ടൈം. നമ്മളുടെ സമയം ആരാ ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നേ? ലോകത്തിന്റെ പ്രഭുവായിട്ടുള്ള പിശാച് ഈ ലോകവ്യവസ്ഥ എന്ന് പറയുമ്പോൾ TV ആകാം, ഇന്റർനെറ്റ് ആകാം, യൂട്യൂബ് ആകാം, വാട്സപ്പ് ആകാം, ഫേസ്ബുക്ക് ആകാം, ഇൻസ്റ്റഗ്രാം ആകാം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ട്വിറ്റർ ആകാം, ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിൽ പൂരിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ ആകാം. ഈ ലോകവ്യവസ്ഥയിലൂടെ പിന്നെ നമ്മുടെ ജഡത്തിലൂടെ ഈ നമ്മുടെ സമയത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ബന്ധിച്ചു വെച്ചേക്കുക. ആൻഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ള ദൈവവചനമാകുന്ന വാളെടുത്ത് ഈ ചെങ്ങലയെ അങ്ങ് ഓരോ നിമിഷവും നമ്മളെ ഈ പിശാച് പല രീതിയിൽ കൊണ്ടുവരുന്ന ഈ ചെങ്ങലകളെയൊക്കെ ബന്ധിച്ചഴിച്ച് നമ്മൾ ആ സമയം കർത്താവിനായിട്ട് എന്ത് ചെയ്താലും നമ്മൾ ശരിയാണ് സെക്കുലർ ആയിട്ടുള്ള പല ആത്മീയമായിട്ടുള്ള എല്ലാം വളരെ നമ്മുടെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, നമ്മള് വീട്ടിലെ ഇപ്പം സൗകര്യമാരൊക്കെ അടുക്കള സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, നമ്മുടെ പർച്ചേസിന്റെ കാര്യങ്ങള്, ബാക്കി പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ അതെല്ലാം എന്ത് ചെയ്താലും എന്ത് ചെയ്യണമെന്ന കർത്താവിന് എന്നവണ്ണം ചെയ്യുമെന്ന് എവിടെ പറയുന്നേ? കൊളോസ്യർ 3:23-24 വാക്യങ്ങൾ എവിടെ? whatever you do it as unto the Lord. യേശുവിനായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചായ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയായിരിക്കും, പക്ഷെ കർത്താവിന് വേണ്ടി ഉണ്ടാക്കണം. നമ്മള് എന്താ പറയുക, മെഴുകുവരട്ടി ഉണ്ടാക്കുന്നതും ബാത്റൂം കഴുകുന്നതും അല്ലെങ്കിൽ നമ്മളെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിന് എന്ത് ചെയ്താലും കർത്താവിന് എന്ന് വേണം. ഞാൻ യേശുവിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സീക്രട്ട് സെക്കുലർ ഡിവൈഡ് വേണ്ടിയതില്ല ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പറയുന്നത്. whatever you do it as unto the Lord. നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമോഹത്തിനായിട്ട് ചെയ്യണമെന്ന് എവിടെ പറയുന്നേ? 1 Corinthians 10:31 വാക്യത്തില്, 1 Corinthians 10:31, whatever you do it for the glory of the Lord. എന്ത് ചെയ്താലും നമ്മളിപ്പം ഫുട്ബോൾ കളിക്കുന്നത് കർത്താവിന് ഗ്ലോറിക്കായിട്ട് കളിക്കാനൊക്കെ എന്താണ് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട്, നമ്മുടെ എന്റർടൈൻമെന്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. സോ ദാറ്റ് യു ക്യാൻ ബി ഫ്രഷ് ഫോർ ദ ലോർഡ് ആൻഡ് ലിവ് ഫോർ ദ ലോർഡ്. whatever we do, എന്ത് ചെയ്താലും. അപ്പം അങ്ങനെ നമ്മൾ സമയം തക്കത്തില് കർത്താവിന് എന്നവണ്ണം കർത്താവ് നമ്മൾ ഓരോ ദിവസമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമ്മള് കഴിഞ്ഞ കോട്ടേജ് മീറ്റിങ്ങില് അവിടെ തോമസ് ഫെയർ ആ വാക്യം കോട്ട് ചെയ്തായിരുന്നു. സങ്കീർത്തനം 139
16-16 വാക്യത്തിലെ ലിവിംഗ് ബൈബിൾ പാരഫ്രേസ്, യു ഹാവ് ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ്, എവറി ഡേ ഇസ് റെക്കോർഡ് എന്ന്. അപ്പൊ അതുപോലെ ഒരു സമയമൊക്കെ തക്കത്തിൽ ഉപയോഗിക്കണം. അപ്പൊ കുടുംബ ബന്ധങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 17 വാക്യം, ബുദ്ധിഹീനരാകാതെ, എഫേസ്യർ 5:17, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. ലോകമയത്തമാകുന്ന ഒരു വീഞ്ഞുണ്ട്, നമ്മള് ലൗകികരായിട്ട് അങ്ങ് കുറെ കഴിയുമ്പോൾ ഈ ലൗകികരായിട്ടുള്ള വേൾഡ്ലി ആയിട്ടുള്ള ഫ്രണ്ട്സും അവരുമായിട്ടുള്ള സംസാരവും അവിശ്വാസിയായിട്ടുള്ള ചില ബന്ധുക്കാര് ആയിട്ടുള്ള സംസർഗവും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ ഈ സിഗരറ്റ് വലിക്കുന്നവരുടെ കൂടെ എന്ന നമ്മുടെ ഷർട്ടിന് സിഗരറ്റ് സ്മെല്ല് ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഈ അവരുടെ ചില ഭാഷാ പ്രയോഗങ്ങളും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളും ചില ശൈലികളും കാര്യങ്ങളും നമുക്ക് ആ ഒരു സ്പിരിച്വൽ എഡ്ജ് അങ്ങ് നഷ്ടപ്പെടുന്ന രീതിയിൽ അവർ നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അവിടെ എന്താ നമ്മളിവിടെ വായിക്കുന്നേ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അക്ഷരികമായിട്ടുള്ള വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അങ്ങനെ മത്തരാകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്ന്, അത് ഒരിക്കലും പാടില്ല എന്ന്. ആത്മീയമായിട്ട് പറയുവാണെങ്കിൽ ഈ വീഞ്ഞ്, ഈ ലൗകികതയാകുന്ന ഒരു വീഞ്ഞ്, നമ്മൾ ഒരു പക്ഷേ അക്ഷരികമായിട്ട് മദ്യം കുടിക്കാനോ ഒന്നും പോകത്തില്ലായിരിക്കുന്ന ലൗകികതയാകുന്ന ഒരു വീഞ്ഞ് കുടിച്ച് മത്തരാകുവാന് ഉള്ള സാധ്യതയുണ്ട്. അതിന് ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. അത് കഴിഞ്ഞിട്ട് 19 വാക്യം, എഫേസ്യർ 5 ഇംഗ്ലീഷിൽ 18, മലയാളത്തിൽ 19, ആത്മാവ് നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിന്റെ നിറവിലെ നമുക്ക് ഈ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ ഒക്കുള്ളൂ. സാധാരണമായിട്ടുള്ള പോർക്കളത്തിലേക്ക് കുറിച്ച് എഫേസ്യർ 6:10 മുതൽ 9 മുതൽ നമ്മൾ വായിക്കുന്നതെന്ന് കുടുംബ ബന്ധം, അതായത് സാത്താൻ ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ കുടുംബ ബന്ധങ്ങൾ. അപ്പൊ ആ കുടുംബ ബന്ധങ്ങളിൽ അറ്റാക്ക് ചെയ്ത് അവൻ ഭാര്യയും ഭർത്താവും തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല, മിണ്ടുന്നില്ല, നോക്കുന്നില്ല, ഒരു മുറി കിടക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്രിസ്തീവ് എന്ന് പറയുന്ന ഭാര്യ ഭർത്തകന്മാരുണ്ട്. അവര് ഒരു മുറി കിടക്കത്തില്ല, അവര് ലിംഗത്തില്ല, നോക്കത്തില്ല എന്ന ഭയങ്കര ആത്മീയ ശുശ്രൂഷയും, ആത്മീയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ 2-3 ഡബിൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് കേട്ടിട്ടുള്ള ആത്മീയ ശുശ്രൂഷയും വലിയ വലിയ പ്രവചനങ്ങളും വലിയ വലിയ കാര്യങ്ങളൊക്കെ. പക്ഷെ വീട്ടില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ വെല്ലുന്ന തരത്തിലുള്ള പല ബോംബ് സ്ഫോടനങ്ങളും പല വിസ്ഫോടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അത് നമ്മളിവിടെ വായിക്കുന്നു. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. അത് കഴിഞ്ഞിട്ട് പറയുക, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പേ അന്യോന്യം കീഴടങ്ങിയിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും എന്ന് പറയുമ്പോൾ അപ്പനമ്മമാര് കുഞ്ഞുങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണോ? കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരിക്കണം. എന്നാൽ ഓഫ്കോഴ്സ് ഫൈനൽ അതോറിറ്റി, ഒരു വീടിന്റെ ഫൈനൽ അതോറിറ്റി, ആത്യന്തികമായിട്ടുള്ള ആ ഒരു അധികാരം അപ്പനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ, പിന്നെ കുഞ്ഞുങ്ങള്. എന്നാൽ ഇപ്പം കുഞ്ഞുങ്ങളുടെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നു. നമുക്കത് വളരെ നീതിപൂർവമായിട്ട് നമ്മൾ ചിലപ്പോൾ വേറൊരു രീതിയിലായിരിക്കും ചിന്തിച്ച്, പക്ഷെ അവർ പറയുകയല്ല വെച്ചാൽ ഇങ്ങനെ അതാ കുറച്ചുകൂടെ കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞതാ കറക്റ്റ്, നമുക്ക് അത്രയും കാര്യത്തിൽ അറിയത്തില്ല. അപ്പം കുഞ്ഞ് പറഞ്ഞപ്പം അവര് പറയുന്ന അഭിപ്രായത്തിന് നമ്മളങ്ങ് കീഴടങ്ങുന്നു. അപ്പൊ അപ്പന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ എന്തോ അവരുടെ കാര്യം ബന്ധിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു ആക്ച്വലി കീഴടങ്ങിയല്ലോ. ഫൈനൽ ഡിസിഷൻ ഓഫ് കോഴ്സ് അപ്പന്റെയും പിന്നെ അമ്മയുടെയും ആണ്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്ക് അഭിപ്രായം പറയാം, അവരുടെ കാര്യങ്ങൾ പല കാര്യങ്ങളിലും അവരുടേതായ ദൈവം കൂടുതൽ ജ്ഞാനവും കാര്യങ്ങളൊക്കെ കാണാം. ചില കാര്യങ്ങളിൽ അപ്പൊ അതുകൊണ്ട് അത് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ എബ്രഹാമിനോട് സാറയെ കേൾക്കണമെന്ന് പറയുന്ന സമയമുണ്ട്, കേൾക്കരുതെന്ന് പറയുന്ന സമയമുണ്ട്. എബ്രഹാം ആണെങ്കിൽ കേൾക്കരുതെന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാല് ഹാഗാറിന്റെ അടുത്ത് പോകാൻ സാറ പറഞ്ഞതാ. എന്നാ അപ്പൊ ആ സമയത്ത് ദൈവം പറയുന്നത് കേൾക്കാതെ സാറ പറഞ്ഞത് കേട്ട് കുട്ടിച്ചോറായി. ലോകം തന്നെ ഇന്നും കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന പല യുദ്ധക്കളങ്ങളുടെ കാരണം എബ്രഹാം എടുത്ത തെറ്റായ തീരുമാനമാണുള്ളത് നമുക്കറിയാം. അങ്ങനെ ഏശാവിന്റെ വംശാവലിയിൽ നിന്ന് പിന്നീടുള്ള ഒരു മുസ്ലിം ലോകവും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ എന്നാ ഭാര്യ പറയുന്നത് കേൾക്കുവിൽ എന്ന് ദൈവം തന്നെ പറയുന്ന ഒരു സമയം നമ്മളത് അവിടെ ഉൽപ്പത്തിയിലേക്ക് പോയ പ്രശ്നങ്ങളൊന്നും പോകുന്നില്ല അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പം ഞാൻ തന്നെ ഈ എക്സാമ്പിൾ മുമ്പ് പറയുന്നുണ്ട് പല കാര്യങ്ങൾ ഞങ്ങള് എസ്പെഷ്യലി ഫാമിലി ബാധിക്കുന്ന കാര്യങ്ങള് ഫാമിലി ബാധിക്കുന്ന കാര്യങ്ങൾ ഞാനായിട്ട് ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ
ഇങ്ങനെ ഞാൻ എല്ലാ കാര്യവും എനിക്കറിയാം. ബിക്കോസ് ഐ നോ ദറ്റ് എനിക്ക് വളരെ പരിമിതിയുള്ള മനുഷ്യനാണ്. ഞാൻ ഭർത്താവാണ്, ഞാൻ കുടുംബത്തിന്റെ തലയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് പറയും എന്നുള്ളൊരു ഡിക്റ്റേറ്റർ ഭാവത്തിലല്ല. അത് ദാറ്റ് ഇസ് നോട്ട് ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ ഹോം. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതോടും ഭർത്താവ് എന്തോ ഒരു ഏകാധിപതി പോലെ ആരുടെ ഒരു വോയിസോ ആരുടെ ശബ്ദമോ ഒന്നും കേൾക്കാതെ എല്ലാവരും അടിച്ചമർത്തി ഹിറ്റ്ലർ, മുസോളിനി, പുടിൻ ഒക്കെ വെല്ലുന്ന ആധുനിക ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഏകാധിപതി, സ്വേച്ഛാധിപതി പോലുള്ള ഒരു അങ്ങനെ ഒരു ഭരണമല്ല. മറിച്ച് നമുക്ക് തന്നെ അത് വേറെ ആരും പറയാതെ നമുക്കറിയാം. നമുക്ക് പല കാര്യങ്ങളിലും ഭാര്യയ്ക്ക് പല കാര്യങ്ങളിലും നമ്മളെക്കാട്ടിൽ ചില കാര്യങ്ങളിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള പല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പം ആ കാര്യങ്ങൾ യുനോ പറയുമ്പം ഓഫ്കോഴ്സ് അത് നല്ലതായിട്ട് നമുക്ക് ആത്മാവിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ ചില കാര്യങ്ങള് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് മണ്ടത്തരം നമുക്ക് തന്നെ വ്യവസായിച്ച് മനസ്സിലാവും. അപ്പം പറയും, ഞാൻ പറയാം നോ, അങ്ങനെയല്ല, അത് മേ ബി അല്ലെങ്കിൽ ചിലപ്പോൾ അതിനപ്രകാരം അല്ലെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ പറയുന്നത് ഫൈനൽ അതോറിറ്റി എപ്പോഴും യുനോ ഭർത്താവായിരിക്കണം. വെച്ചാൽ ആ കാര്യത്തിൽ തന്നെ പല കുടുംബങ്ങളിലും ആ ഒരു ഭർത്താവാണോ നിങ്ങളെ സഹോദരിമാര് ഭാര്യമാരായിട്ടുള്ളവരോട് ഞാൻ ചോദിക്കുക, നിങ്ങളെ ഭർത്താവാണോ ഒരു ഫൈനൽ അതോറിറ്റി ആയിട്ട് ഉള്ളത്? ശരിയാണ്, ഭർത്താവ് വചനപ്രകാരം അല്ലാത്ത ചില കാര്യങ്ങൾ പറയുവാന്നിരിക്കട്ടെ, വചനപ്രകാരം അല്ലാത്ത വചനവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പം, ഇപ്പൊ എന്റെ അപ്പനന്മാര് തന്നെ വിഗ്രഹങ്ങളെ വണങ്ങാൻ പറഞ്ഞപ്പം ഞാനത് അനുസരിച്ചില്ല എന്ന് വെച്ചാൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ വചനവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ഒരു അധികാരം, നമ്മുടെ മേലധികാരി പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടില്ല. അവരോട് നമ്മൾ അപ്പോഴും ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷനോട് കൂടി നമ്മൾ ഔട്ട്റൈറ്റ്ലി പുറമേ നമ്മൾ ഡിസൊബേ ചെയ്യുവാണെങ്കിൽ പോലും, പുറമേ നമ്മൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ആത്മാവിന്റെ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ, ആ ഒരു എന്താണ് പറയുന്നത്, ഒരു കീടങ്ങളുടെ ആത്മാവോടുകൂടി തന്നെ നമുക്ക് ഡിസഗ്രി ചെയ്യാം. അല്ല അച്ഛ, അല്ല അമ്മ, അല്ലെങ്കിൽ അല്ല ഹസ്ബൻഡിനോടാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് നമുക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവജന പ്രകാരം എന്റെ മനസാക്ഷിയിൽ എനിക്ക് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കല്ലേ എന്ന് നമുക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപ്പനന്മാരോടാവട്ടെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടാകട്ടെ, അല്ലെങ്കിൽ ഈവൻ കുഞ്ഞുങ്ങൾക്ക് അപ്പനന്മാരോടോ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പേരൻസിനോടോ, അങ്ങനെ പല പല കാര്യങ്ങളോടും അങ്ങനെ ആ ഒരു നമ്മുടെ മനസാക്ഷി സ്വാതന്ത്ര്യം ഇല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവജന പ്രകാരം അല്ലാത്തതായിട്ടുള്ളതും, അല്ലെങ്കിൽ നമുക്ക് മനസ്സാക്ഷി അതുപോലെ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളിൽ ഓഫ്കോഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഭർത്താവ് നിർബന്ധിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് സഭയിലെ മൂപ്പനായിട്ടുള്ള സഹോദരനോടോ അല്ലെങ്കിൽ ഭർത്താവും ബഹുമാനിക്കുന്ന വേറൊരാളോടോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. വീട്ടിലൊരു കോലാഹലം ഉണ്ടാകാതെ അങ്ങനെയൊക്കെയുള്ള അതുപോലെ പ്രയാസപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഓഫ്കോഴ്സ് ദൈവജനത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ഭർത്താക്കന്മാര് ദൈവജനം കീഴടങ്ങാത്തവരാണെങ്കിൽ പോലും എങ്ങനെ അവർക്കുള്ള വാഗ്ദത്തം എന്ത് ചെയ്യും? 1 പത്രോസ് ഈ അടുത്ത ദിവസവും ഈ ഒരു സഹോദരിക്ക് ഞാൻ അന്തപ്പടി മണവികളെ എന്നാണ് തമിഴില് അത് തുടങ്ങുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വലിയ സമയത്ത് പല സമയത്ത് എനിക്ക് തമിഴൊന്നും അധികം വായിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ബൈബിൾ എടുത്ത് ഇങ്ങനെ 1 പേതുരു 3:1 വസനം ഒന്ന് വാസിച്ചൊക്കെ അപ്പൊ ഒരു പറഞ്ഞ അപ്പൊ അവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അധികം വചനജ്ഞാനൊന്നും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഈ ക്രിസ്ത്യൻ കൗൺസിലിംഗ് വരുന്ന ക്രിസ്ത്യൻ കപ്പിളായിരിക്കും. അപ്പൊ അന്തപ്പടി മണവികളെ എന്ന് എഴുതിയിട്ടുള്ള ഒരു പോർഷൻ അവിടെ നിന്ന് മുതൽ വായിക്കണം. അതായത് 1 പത്രോസ് 3:1 വാക്യം, ഇൻ ദ സെയിം വേ. മലയാളത്തിൽ അന്തപ്പടി ഇനി വന്നിട്ടില്ല. ഇംഗ്ലീഷിന്റെ ഇൻ ദ സെയിം വേ, ഗ്രീക്കിലും ഉണ്ട് ഹമോയോസ് എന്ന് പറഞ്ഞൊരു പദം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ മലയാളം പരിഭാഷയിൽ എങ്ങനെ വിട്ടുപോയതായിരിക്കും. അപ്രകാരം ഭാര്യമാരെ, അപ്രകാരം എന്ന് പറഞ്ഞാൽ യേശു പിതാവിന് കീഴടങ്ങിയ കാര്യം അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞേ. അപ്രകാരം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും കീഴടങ്ങിയിരിക്കുവിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം എന്ത് ചെയ്യണം? ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല, വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, എന്ന് വെച്ചാൽ വചനം കൂടാതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലിയ പ്രസംഗമൊന്നും ഇല്ലാതെ ഭാര്യമാരുടെ നടപ്പിന് ചേർന്ന് വരുവാൻ ഇടയാകും എന്നുള്ളൊരു കാര്യം ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. ഭർത്താക്കന്മാർക്ക് ഒരുപക്ഷെ വചനപ്രകാരമുള്ള ചില കാര്യങ്ങൾ ഒരു കൺവിക്ഷൻ ഇല്ലായിരിക്കെങ്കിലും ആ ഒരു ഭയഭക്തിയോടുകൂടി നിർമ്മലമായിട്ടുള്ള നടപ്പ് കണ്ടറിഞ്ഞ് അവരും അത് കർത്താവെ അവിടുത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ, ആ ഒരു കമാൻഡ്മെന്റ് വാഗ്ദത്വം, ഒരു എന്താ പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്, ഒരു വാഗ്ദത്വം ഉണ്ട്. കർത്താവ് അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവെ എന്റെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ചെയ്താലേ ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് നമ്മൾ പറയാം. യാക്കോബ് പറഞ്ഞതുപോലെ ഐ വിൽ നോട്ട് ലീവ് യു അൺലെസ് യു ബ്ലെസ് മീ.
എന്ന് ഉൽപ്പത്തി പുസ്തകം 32 നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവേ അവിടുന്ന് അതുപോലെ ഒരു ഇതോടെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കണം. ഇവൻ ഒരുപക്ഷെ ഭാര്യമാർക്ക് അതുപോലെ ഒരു ബുദ്ധിയില്ലാത്തവർക്കും നമ്മളുടെ ജീവിതം കൊണ്ടാണ് ഒരു ഭയത്തോടുകൂടി നിർമ്മലമായി നടക്കുന്ന ഭാര്യമാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഭർത്താവ് ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരാളെ രക്ഷിക്കപ്പെട്ടു, മറ്റേ രക്ഷിക്കപ്പെടില്ല. പക്ഷെ ആ ഒരു സ്നേഹത്തോടു കൂടി ഭർത്താവിന്റെ ആ ഒരു സ്നേഹവും ജീവനും ആ ഒരു ബഹുമാനവും കാര്യങ്ങളും എല്ലാം ഭാര്യമാരെ ബഹുമാനിക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബൈബിളിലെ? ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എന്ന കാര്യം നമുക്കറിയാം. ഇന്ന് ഈ 1 പത്രോസ് 3 തന്നെ ഭാര്യമാരെ ബഹുമാനിക്കുവിൻ എന്ന് പറയുന്നത് എവിടെ? അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ അന്തപ്പടിയുണ്ട്. അവിടെ അങ്ങനെ തന്നെ 7-ാമത്തെ തമിഴിൽ അന്തപ്പടിനാണ് അവിടെ വരുന്നത് എനിക്കറിയത്തില്ല. എങ്കിൽ അങ്ങനെ തന്നെ ഇൻ ദ സെയിം വേ, അതായത് യേശു പിതാവിനെ കീഴടങ്ങിയിരുന്നതിന്റെ കാര്യം പറഞ്ഞ് ഭാര്യമാർ ഇങ്ങനെ ചെയ്യണം. ആദ്യം ഭാര്യമാർക്കുള്ള കൽപ്പനയാണ്. ഇൻട്രസ്റ്റിംഗ്ലി പത്രോസ് അപ്പോസ്തലനാണെങ്കിലും കൊളോസ് ലേഖനത്തിലായാലും എഫേസ് ലേഖനത്തിൽ ആദ്യം ഭാര്യമാരോട് പറഞ്ഞു. എന്നുവെച്ചാൽ ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു റെബല്യസ് ആയിട്ടുള്ള വൈഫ്സ്, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാത്ത ഭാര്യമാരെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകമാണ് ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിലും അതുപോലെയുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഭാര്യമാരുടെ കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ ഭർത്താക്കന്മാരോട് പറയുന്നത്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാര് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടി വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് എന്ത് കൊടുക്കണം? സാരി വാങ്ങി കൊടുക്കണം എന്നാണ് അല്ലെ? സാരിക്ക് വാങ്ങി കൊടുത്തല്ല, ബഹുമാനം കൊടുക്കണം. അവർക്ക് വേണ്ടുന്ന ബഹുമാനം കൊടുക്കണം. പിന്നെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പിന്നെ എഫീസർ ഞാൻ പോർഷനിലേക്ക് ഞാൻ പോകുന്നില്ല സമയത്തിന്റെ പരിമിതി കാരണം. ഭാര്യമാരെ ഞാനിപ്പോ തിരിച്ച് എഫീസർ 5:22 വരുമ്പോൾ ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഭർത്താക്കന്മാരെ 25-ാമത്തെ വാക്യം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവൻ അതിന്റെ അവസാനം നമ്മള് പിന്നെ അപ്പനമ്മയും വിട്ടുപിരിയുന്നുള്ള കാര്യം 31-ാമത്തെ വാക്യത്തിൽ വായിച്ചു. പോറ്റി പുലർത്തുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചു. അതിന് 29-ാമത്തെ വാക്യത്തിൽ അതുപോലെ അതായത് സാങ്ക്ബർ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ള ഹെഡ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഭാര്യയുടെ തലയാണ് ഭർത്താവ് എന്ന് വായിക്കുമ്പോൾ ഹെഡ്. അപ്പൊ ഹെഡ് ഏതിന്റെ ഹെഡാണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, HOD ഡിപ്പാർട്ട്മെന്റ് ഹെഡാണോ? അത് ഒരു എന്താ പറഞ്ഞേ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, CEO, വലിയ അങ്ങനെയുള്ള ഹെഡാണ്. ഇവിടെ പറയുന്നത് എന്തിന്റെ ഹെഡാ? ശരീരത്തിന്റെ തലയാകുന്ന കാര്യം പറഞ്ഞത്. ശരീരമാണ് ഭാര്യ. ശരീരം എന്നുവെച്ചാൽ ആ ഒരു ഡിക്റ്റേറ്റർ എന്നുള്ള രീതിയിലുള്ള ഹെഡല്ല. ശരിയാണ്, ഭർത്താവിന്റെ സ്ഥാനം നമ്മുടെ കാലിന്റെ താഴെയല്ല ഇരിക്കുന്നത്, കഴുത്തിന്റെ മുകളില്ല. അപ്പം തലയിലുള്ള സ്ഥാനമുണ്ട്, ആ പൊസിഷനുണ്ട്. എന്നാൽ അത് എന്താ നമുക്കിപ്പോ കയ്യിൽ എന്തെങ്കിലും ഒരു മുറിവ് ആദ്യം അറിയുന്നത് നമ്മുടെ ബ്രെയിനാ. തലയെന്ന് പറയുമ്പോൾ ബ്രെയിൻ, തലച്ചോറ് അത് സെൻസ് ചെയ്ത് എന്റെ ശരീരത്തിന്റെ ഇവിടെ ഒരു മുറിവ് വന്നിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അവിടെ പെട്ടെന്ന് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അങ്ങോട്ട് പോകണം, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന് എത്രയും വേഗത്തിൽ അവിടെ ഈ മുറിവ് വെച്ച് കെട്ടാൻ വേണ്ടി ശരീരത്തിലെ പല സെൽസും കോശങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. ഇങ്ങനെ യുദ്ധമുഖത്തേക്ക് ആൾക്കാർ ഓടിച്ചെല്ലുന്നത് പോലെ അതുപോലെ ശരീരത്തിൽ പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അത് ബ്രെയിനിൽ നിന്നുള്ള സെൻസേഷൻ വഴിയാണ് നമ്മളെ ശരീരം മുറിവിനെ ഉണക്കാനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളുമൊക്കെ ശരീരം മൊത്തം ആ മുറിവ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ ചിലപ്പോൾ ലോകത്തെ എല്ലാം ശുശ്രൂഷിക്കാനായിട്ട് ആ നാട്ടുകാർക്ക് വേണ്ടി സമയമുണ്ട്, വീട്ടുകാർക്ക് വേണ്ടി സമയമുണ്ട്. ഈ അടുത്തൊരു ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൗൺസിലിംഗ് നടത്തുന്നത് അവര് പറഞ്ഞ് ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ടി മാത്രം സമയമില്ല, ബാക്കി ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയും സമയമുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി സമയമുണ്ട്, വീട്ടുകാർക്ക് വേണ്ടി സമയമുണ്ട്, ഈ അളിയന് വേണ്ടിയും നാട്ടുവിന് വേണ്ടിയും ബാക്കി ലോകക്കാർക്ക് വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണോ? ഇദ്ദേഹത്തോടെ കളിയാക്കി ചോദിച്ച പുള്ളി കുലുങ്ങി ചിരിച്ചു. അപ്പൊ സ്വന്തം നമ്മള് ശരിയാണ് ബാക്കിയുള്ളവർക്ക് പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ സൃഷ്ടിക്കുന്നതൊക്കെ ഒരുപക്ഷെ ഒരു മനുഷ്യമാനം തേടുന്നത് ആയിക്കൂടുന്നില്ല. മീൻസ് ഭാര്യയുടെ നീഡ്സിനോട് സെൻസിറ്റീവ് ആകുമ്പോൾ അവിടെ വലിയ മാനമോ ഓണറോ ഒന്നും ചിലപ്പം കിട്ടണമെന്നില്ല. മറ്റേ ബാക്കിയുള്ളവരെ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ചെന്ന് കാണുന്നു, ഇവിടെ ചെന്ന് ശുശ്രൂഷിക്കുന്നു, അവിടെ ചെന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പൊ നമുക്ക് കുറച്ച് മാനം കിട്ടാം, എത്ര നല്ല ഒരു ആള്. പക്ഷെ സ്വന്തം വീട്ടിലാവുമ്പോൾ ആരും അത് കാണത്തില്ലായിരിക്കും. ഭാര്യ തന്നെ ചിലപ്പം അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലായി അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നന്ദി പറയുന്നവരായിരിക്കണം. താങ്ക് യു പറഞ്ഞ് കപ്പ് കുരുങ്ങി താഴെ വീടുന്ന കാര്യമൊക്കെ സൈക്കിൾ പറയാറുണ്ട് എക്സാമ്പിൾ. താങ്ക് യു നന്ദിയൊക്കെ നമ്മൾ പറയാൻ ശീലിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിനെ വിലയേറിയത്തുള്ളൂ. പലപ്പോഴും ഞാൻ എപ്പോഴും കൗൺസിലിംഗ് പറയുന്നൊരു പ്രയോഗമായത്, ഭാര്യമാര് ഭർത്താക്കന്മാര് ഈവൻ അപ്പനന്മാർക്ക് കുഞ്ഞുങ്ങള് ഈ പയ്യനെ ഇങ്ങനെ, ഈ മോളിങ്ങനെ
അല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരെ കുറിച്ച് എനിക്ക് ഈ പപ്പയെ വേണ്ട, എനിക്ക് ഈ വീട്ടിൽ വേണ്ട. പലപ്പോഴും എന്തെങ്കിലും അവർക്ക് സംഭവിക്കുമ്പോഴേ, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. എന്തെങ്കിലും ദിവസമായിട്ട് ഞാൻ ദിവസമായിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എങ്കിലും പെട്ടെന്ന് ഭർത്താവിനെ, പെട്ടെന്ന് ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞിന് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ആയിരിക്കും? ഒന്ന് പെട്ടെന്ന് ആളില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് ആലോചിച്ചാൽ പറയൂ ഡോക്ടർ, എനിക്ക് ആരോഗ്യം പോലും വയ്യ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വാല്യൂ, വിലമതിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മയ്ക്ക്. അപ്പൊ അയ്യോ ഞാനൊരു നല്ല വാക്ക് പറഞ്ഞ കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഞാനൊരു ബഹുമാനത്തോടെ സംസാരിക്കേണ്ടതല്ലായിരുന്നു, കുറച്ചുകൂടെ ഞാനൊരു കെയർ ചെയ്യേണ്ടതല്ലായിരുന്നു, കുറച്ചുകൂടെ ഞാനൊരു എനിക്ക് ഞാനൊരു അവസരം ഇല്ലല്ലോ. പിന്നെ നമ്മള് ക്രൈം ഓഫ് ദ സ്പിൽഡ് മിൽക്ക്, തൂവിപ്പോയ പാലിന്റെ പേരിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണ്ടെന്ന് നാട്ടുകാർ പറയും, നമ്മുടെ ഒരു ജീവനുള്ള കുഞ്ഞിന്റെ ജാതകം നോക്കത്തില്ല, അത് വേറെ കാര്യം. എന്നുവെച്ചാല് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് പിന്നെ നമ്മൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ അതിനൊരു പാഠം ഉൾക്കൊള്ളാം, പക്ഷെ എങ്കിലും പറഞ്ഞു പോയ ചില വാക്കുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ ഒരു നമ്മളുടെ സ്വന്തം ഭാര്യ, ആ, ഭാര്യ അതുപോലെ പോറ്റി പുലർത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? അത് നറിഷ് ചെയ്യുന്ന ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഭാര്യ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ? എന്തൊക്കെ ആരോഗ്യമൊക്കെ ഉണ്ടോ? ഇപ്പം പീരീഡ്സിന്റെ ടൈം ആണോ? ഇവൻ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണോ? അല്ലെങ്കിൽ വേറെ പല ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ബലഹീനയാണോ? ഹീമോഗ്ലോബിൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് പതിറ്റാണ്ടുകളായോ? വേറെ എന്തെങ്കിലും തൈറോയിഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? വല്ല വേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ട്, ബീങ് സെൻസിറ്റീവ് ടു ദ വൈഫ്സ്. അതുപോലെ ഭർത്താക്കന്മാരോട് ഭാര്യമാര് പലപ്പോഴും നാച്ചുറലായിട്ട് തന്നെ അവർക്ക് അങ്ങനെ കാര്യങ്ങളെ കുറിച്ച് അവർ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലെന്ന് എന്റെ വിശ്വാസം. പക്ഷെ എങ്കിൽ പോലും ഭർത്താക്കന്മാർക്ക് അതുപോലെ ബഹുമാനത്തോടെ, അതാ ആ ഒരു കാര്യം കൂടെ ഒക്കെ പറഞ്ഞ് ഞാനങ്ങ് തീർക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇനി 2-3 മണിക്കൂർ പറഞ്ഞുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എഫേസ്യർ 5:33 പറഞ്ഞ് ഞാനങ്ങ് തീർത്തോട്ടെ. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താൻ താന്റെ ഭാര്യ, എഫേസ്യർ 5 അവസാനത്തെ വാക്യം, ഭാര്യ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണെന്ന് പറയുമ്പോൾ എന്തോ പേടിച്ച് ഇങ്ങനെ പാമ്പിനെ പേടിക്കുന്നതാണ്, പേടിച്ചു അയ്യോ എന്റെ അച്ഛൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടി മാളത്തിലോടി ഇരിക്കുന്നത്, അങ്ങനെ ഒരു ഭയമല്ല, റെസ്പെക്ട്. അതെ, സീ ടു ഇറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ഹർ ഹസ്ബൻഡ്. ആ ഒരു സ്നേഹം, ആ ഒരു നമ്മുടെ ഭർത്താവിനെയോ ഭാര്യയോ എന്തെങ്കിലും മുറിപ്പെടുത്തിയ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെന്ന് ക്ഷമ ചോദിക്കണം. നേരിട്ട് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തില് ഓരോ കാര്യത്തിലും. പിന്നെ ഭർത്താവിനെ നാണം കെടുത്തുന്ന ഭാര്യ, അത് അസ്ഥികൾക്ക് ദ്രവമാണ്. നമുക്ക് അസ്ഥിക്ക് വല്ല ദ്രവം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി നടക്കാൻ പറ്റും, നമ്മുടെ ബോൺസിന്. ഞാൻ ആ വാക്യം പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഇത് 3-ാമത്തെ തവണ ഇവിടെ വായിക്കുന്നതെന്ന് തോന്നുന്നു. പ്രോവേർബ്സ് 12:4. അത് മലയാളം പരിഭാഷ അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടും കൂടെ ഞാൻ വായിക്കുന്നത് വെച്ചാൽ മലയാളം പരിഭാഷ അവിടെ തിരുത്തണം. സദൃശവാക്യം 12:4, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഈ അതിസാമർഥ്യമല്ല, എക്സലന്റ് വൈഫ്, അതുപോലെ ഒരു ഇതിന്റെ ഒരു കൃപയും താഴ്മയൊക്കെ ഉള്ള, ഒരു സൗന്ദര്യം താഴ്മയുള്ള ഒരു സ്ത്രീ. നാണം കെട്ടവളോ എന്ന അവിടെ മലയാളത്തെ പരിഭാഷപ്പെടുത്തിക്കുന്നത്, നാണം കെട്ടവളോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള പരിഭാഷ നാണം കെടുത്തുന്നവളോ എന്നുള്ളതാണ്. ടു പുട്ട് ബൂഷ് എന്ന് പറയുന്ന ഒരു എബ്രായ പദം അവിടെ ഉപയോഗിക്കുന്നത്. ടു പുട്ട് ടു ഷെയിം, ബി അഷെയിംഡ് എന്നും അവിടെ അർത്ഥമുണ്ട്. ടു പുട്ട് ടു ഷെയിം, ട്രാൻസിറ്റീവ് ആയിട്ട് ഇൻട്രാൻസിറ്റീവ് ആയിട്ട്. ഇംഗ്ലീഷ് ടീച്ചറൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അപ്പൊ ട്രാൻസിറ്റീവ് ആയിട്ട് ഇൻട്രാൻസിറ്റീവ് ആയിട്ട് അവിടെ ഉപയോഗിക്കാം. ആ ഒരു ബൂഷ് എന്ന് പറഞ്ഞൊരു എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകർമ്മക ക്രിയ, സകർമ്മക ക്രിയ എന്നൊക്കെ മലയാള പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുക്കാം. ചിലത് അങ്ങനെ. അപ്പൊ നാണം കെട്ടവളോ എന്ന് ട്രാൻസ്ലേറ്റ്, നാണം കെടുത്തുന്നവളോ. അപ്പൊ പലപ്പോഴും അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം, റോട്ടൺനെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അസ്ഥികളൊക്കെ ദ്രവിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാനോ പറയാനോ ചെയ്യാനോ ഒക്കെ. ഇപ്പം ഭാര്യമാര് അതുപോലെ ആണെങ്കിൽ, ഭാര്യമാര് ഭർത്താക്കന്മാരോട് ആ ഒരു ബഹുമാനത്തോടെ, വേറൊന്നും വേണ്ടായിരിക്കും. ഇപ്പം ചിലർ പറയും നിങ്ങള് ഒന്നും ചെയ്യണ്ട, ബാക്കി അയൽപക്കത്തുകാരോട് നാട്ടുകാരോട് സംസാരിക്കുന്ന ആ ഒരു ടോണിലെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. ഒരു 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 വലിയ പ്രസംഗനോട് പറഞ്ഞ പോലെ, ആ ഈച്ചായന് ആ മൈക്കിന്റെ അവിടെ നിൽക്കുമ്പോ ഉള്ള അതേ അതേ ടോണിൽ മാത്രം നിങ്ങൾക്ക് സംസാരിച്ചു. മൈക്കിന്റെ അവിടെ നിൽക്കുമ്പോ വലിയ ഇതൊക്കെ, പക്ഷേ വീട്ടിൽ വരുമ്പോഴത്തേക്കും അങ്ങ് അതുപോലെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ക്രിസ്തീയത നമ്മളുള്ളത്. വളരെ കാപട്യവും, നമ്മൾ ആരെയും കല്ലെറിയാനല്ല, നമുക്ക് എല്ലാവർക്കും അതുപോലെ ഒരു ഘടകമാണ് ഉള്ളത്. നമ്മളുടെ കുടുംബ ബന്ധങ്ങള് ദൈവത്തിന് മാതൃകയായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. ഈവൻ ആക്ച്വലി ഞങ്ങളുടെ ആ ഒരു യൂട്യൂബ് വീഡിയോ, മറ്റേ പാട്ടിന്റെ വീഡിയോ, ഫാമിലി ആയിട്ടുള്ള ഒരു ഇതൊക്കെ, അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആ വീഡിയോഗ്രാഫർ നിർബന്ധിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി എടുപ്പിച്ച് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും അത്
അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞ ഡോക്ടർ ഫാമിലിക്ക് കൊടുത്ത ഇമ്പോർട്ടൻസിന് അത് പലർക്കും ചിന്തിക്കുന്നത് ഇന്ന് അതുപോലെയുള്ള ഒരു ഞാൻ അത് എനിക്ക് ഞങ്ങൾ തമ്മിൽ അതുപോലെ ഒരു പ്രതിബന്ധവും അതുപോലെ ഒരു കുടുംബ ദൈവത്തിന്റെ ദാനം ഞാൻ എന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. ദൈവം ചെയ്തൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലുള്ള ഞാൻ അങ്ങനെ മാതൃകയുടെ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നും അല്ല പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ അതുപോലെ അങ്ങനെയുള്ള ലോകക്കാർക്ക് തന്നെ അതൊരു കണ്ണഞ്ചിക്കുമോ അത് ഭാര്യയുടെ കൈ പിടിച്ച് നടന്നിട്ട് എത്ര നാളായി കാണും ഭർത്താവിന്റെ കരം ചേർന്ന് നടന്നിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഈ സിനിമയിൽ മാത്രമുള്ള എന്തോ കാര്യങ്ങളായിട്ടല്ല, മറിച്ച് നമ്മൾ ഉത്തമഗീതത്തില് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പവിത്രതയെ കുറിച്ചും ആ ഒരു തീക്ഷ്ണതയും സ്നേഹം ബെസ്റ്റ് ഫ്രണ്ട് ഓൺ എർത്ത് എന്നൊക്കെ നമ്മള് ആ കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകൾ മുമ്പോട് പറഞ്ഞായിരുന്നു. ഭാര്യയെ ഭർത്താവിനെ കുറിച്ച് അവിടെ ഉത്തമഗീതത്തിലെ മണവാട്ടി പറയുന്നത് മൈ ഫ്രണ്ട് എന്നാ പറയുന്നത്, ഉത്തമഗീതം 5:16. അപ്പം നമ്മളുടെ ഭാര്യ ആയിരിക്കണം, ഭർത്താവായിരിക്കണം, കർത്താവ് കഴിഞ്ഞാലുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ബെസ്റ്റ് ഫ്രണ്ട് ഓണർ, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കർത്താവ് എന്ന, അത് കഴിഞ്ഞിട്ട് ഭാര്യയായിരിക്കണം, ഭർത്താവായിരിക്കണം. അതുപോലെ ഒരു ബന്ധമായിരിക്കണം എനിക്ക് വേണ്ടതെന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം വിവാഹത്തിനായിട്ട് എടുക്കുന്ന സഹോദരങ്ങള്. അങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് എന്റെ വിശ്വാസം. ആ ഒരു ഹൃദയത്തില് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരും തികഞ്ഞവരായിട്ടില്ല. നമ്മളുടെ എത്രയോ കുറവുകൾ നമുക്കറിയാം. ഇവൻ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെ കല്യാണം നടന്നത് എന്റെ വീട്ടിലെ ഹോളി വെച്ചായിരുന്നല്ലോ. സ്ത്രീകളെ അതുപോലെ വീട്ടിൽ നിന്ന് പേരൻസിന്റെ പെർമിഷൻ ഇല്ലാതെ അവര് പേരൻസ് വീട്ടു തടങ്കലിലും ഒക്കെ ആയിരുന്നുകൊണ്ട് നമ്മുടെ ചില സവരങ്ങളൊക്കെ പറഞ്ഞ എൽഡേഴ്സൊക്കെ പറഞ്ഞ അനുസരിച്ച് ഒരു നിശ്ചിത ദിവസത്തില് വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാല് ഞങ്ങളും കൂടെ ഉൾപ്പെടെ 18 പേരായിരുന്നു. അന്ന് ഈ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ പക്ഷെ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാല് അപ്പൊ ഈ കൈ പിടിച്ച് ജോജി വേറെ എനിക്ക് രണ്ടുപേരും കൈ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ പ്രതിജ്ഞാവാചകം ചൊല്ലുമ്പോൾ എന്താ പറയുന്നേ, ഭർത്താവായി ഞാൻ ഇങ്ങനെ ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും പോറ്റി പുലർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അങ്ങ് വല്ലാതെ ഗദ്ഗതവും കരച്ചിലും എനിക്കത് മുഴുവി. അതുപോലെ അപ്പൊ ഞാൻ അതിന്റെ പിന്നെ സാക്ഷി ഞാൻ പറയുന്നത് ശരിക്കും കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചപ്പോ അതുപോലെ ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കണമല്ലോ എന്നുള്ള ആ ഒരു ഇന്ന് എത്ര വർഷമായി നമ്മൾ 14 13 വർഷമായി അല്ലെ, അല്ലെ 12 വർഷമായി കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഓഫ്കോഴ്സ് നമ്മള് എല്ലാവരും കുറവുകളുള്ളവരാ. യേശു സ്നേഹിച്ചതിന്റെ ഏതെങ്കിലും പോലും നമ്മളാരും സ്നേഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വളരെ കുറവുകളുള്ളവരാണെങ്കിലും ആ ഒരു നിലവിളി നമുക്ക് ഉണ്ടാവുന്ന കർത്താവേ അങ്ങ് അങ്ങനെ സ്നേഹിച്ചതുപോലെ എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കുകയും പൊരുപുറത്തുകയും ചെയ്യാം. ഒത്തിരി കുറവുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ സ്ത്രീ സൗകര്യന്മാർ അതുപോലെ കർത്താവെ സഭ അങ്ങേക്ക് കീഴടങ്ങുന്നത് അതുപോലെ കർത്താവ് എല്ലാത്തിലും സകലത്തിലും കീഴടങ്ങിയിരിക്കും. സകലത്തിലും കീഴടങ്ങിയിരിക്കുന്ന അവിടെ Efesyർ 5:22 മുതൽ താഴെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ അതിനായിട്ട് എന്നെ സഹായിക്കണമേ. നമുക്ക് സ്ത്രീകൾക്ക് സൗകര്യമാർക്ക് പലർക്കും പ്രയാസമാണ്. നമുക്ക് ജഡത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രയാസമാണ്. അത് കാര്യങ്ങൾ ആ ഒരു സ്പിരിറ്റ് ഓഫ് സബ്മിഷനോട് കൂടി ആ ഒരു അനുസരണത്തിന്റെ കീഴടങ്ങിന്റെ ആത്മാവോട് കൂടിയൊക്കെ ആയിരിക്കുന്ന ഒരു കാര്യം. കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർക്ക് കീഴടങ്ങുന്ന കാര്യം, അപ്പനമ്മമാരെ മുതിർന്ന അപ്പനമ്മമാരെ നമ്മൾ കരുതുന്ന ബഹുമാനിക്കുന്ന കാര്യം, ആ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ കുടുംബത്തെ നോക്കി സാത്താനോട് ദൈവത്തിന് പറയാൻ സാധിക്കണം. യോബിനെ നോക്കി പറയാൻ സാധിച്ചത് വെറുതെ നോക്ക് എന്റെ മകൻ എന്റെ മകൾ അവരുടെ കുടുംബം നോക്ക്, അവരുടെ കുടുംബജീവിതം നോക്ക്. നമ്മളാരും കുറവില്ലാത്തവരല്ല. എന്നാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനനുസരിച്ച് ആ ഒരു വിശ്വസ്തയോടെ ദൈവം ഭാഗ്യമായിരിക്കാനൊക്കെ ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. നമ്മളുടെ ഈ ജീവിതം എത്ര ക്ഷണികമാണ്. കുറച്ച് നാളേ ഉള്ളൂ. ക്ഷിപ്രം പെട്ടെന്ന് ജീവിത സായാഹ്നം പെട്ടെന്ന് അങ്ങ് എത്തും. ആകയാൽ കൂട്ടുയാത്രികരോട്, നമ്മളുടെ കൂട്ടുയാത്രികരാരാ? നമ്മളുടെ കുടുംബാംഗങ്ങളാണ് പ്രാഥമികമായിട്ടും. നമ്മൾ അതിനെക്കുറിച്ച് സൗകര്യങ്ങളെ ഒന്ന് ടെസ്റ്റിഫൈ ചെയ്യുമ്പോൾ ആ കാര്യങ്ങള് എംഫസൈസ് ചെയ്ത് പലരും പറഞ്ഞു. എന്നാൽ എല്ലാവരുടെ ഹൃദയത്തിൽ എത്രമാത്രം തട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കുടുംബബന്ധം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മാത്രമല്ല, അത് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന കാര്യവും അപ്പനന്മാർക്ക് കീഴടങ്ങുന്ന കാര്യം, ഒത്തിരി കാര്യങ്ങളൊക്കെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു. നിങ്ങളെ ഗോഡ്ലി ഫാമിലിക്കായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ അപ്പൊ നമ്മളോട്
എന്താ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങള് നമ്മളത് ഹൃദയത്തിൽ കുറിച്ച് നോട്ട് ചെയ്ത് അത് നമ്മൾ വന്ന് പറയണം. അത് ശരിയാ, നമുക്ക് എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉള്ളതാ, സാരമില്ല. അപ്പം ജീവിതം എത്ര ക്ഷണികമാണ്, ജീവിതസന്ധ്യ പെട്ടെന്ന് എത്തും. കൂട്ടുയാത്രികരോട് നന്മകരുണയോട് വർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ കൈക്കൊള്ളുക. നിന്റെ നാള് പോയി മറയും മുമ്പേ കൈക്കൊള്ളുക. അന്യോന്യം കൈക്കൊള്ളുവിൻ, റോമർ 15:7. ജോജി പേര് പല വിവാഹ ശുശ്രൂഷയിൽ ഈ അടുത്ത് ആ വാക്യം പറയുന്ന കേൾക്കാറുണ്ട്. കഴിഞ്ഞ 1-2 വിവാഹ ശുശ്രൂഷയിലെ മെസ്സേജിൽ പേര് റോമർ 15:7 അക്സെപ്റ്റ് വൺ അനദർ ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ഹസ് അക്സെപ്റ്റഡ് യു. കർത്താവ് നിങ്ങളെ കൈക്കൊണ്ടതുപോലെ പരസ്പരം കൈക്കൊള്ളുവിൻ. അത് കൂട്ടുസഹോദരങ്ങളുടെ എല്ലാം ബന്ധത്തിലാണ് ആ വാക്യം പറയുന്നത്. പക്ഷെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തില് ദൈവം എനിക്ക് തന്നിട്ടുള്ള ഭാര്യയാണ്, ദൈവം എനിക്ക് തന്നിട്ടുള്ള ഭർത്താവാണ്. നമ്മൾ വേറെ പലതോടും എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അത് വ്യഭിചാരത്തിന്റെ ആത്മാവാണ്. എന്നാ കർത്താവ് അവിടുന്ന് എനിക്ക് തന്ന ഭാര്യ, അവിടുന്ന് എനിക്ക് തന്ന ഭർത്താവ്, അത് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ദൈവം തന്നു. അതാ കൈക്കൊള്ളുക, അതാ നിന്നെ ശുശ്രൂഷിക്കും കരങ്ങളെ കൈക്കൊള്ളുക. നിന്റെ നാള് പോയി മറയും മുമ്പേ നന്ദിയോടെ ഈകിൽ സ്നേഹ കൂട്ടായ്മ ദുഃഖമന്യേ നിനക്ക് വേർപെടാം. ഭാര്യാഭർത്തർ മാതാപിതാക്കളെ മുറ്റവർ വേർപിരിഞ്ഞു പോകും മുമ്പേ ഈ നന്മയും സ്നേഹവും ഒക്കെ അത്യന്തം കാട്ടുക എന്ന് നമ്മൾ പാടുന്നേ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ വ്യസനിപ്പിച്ചിടുന്ന കുറ്റപ്പെടുത്തലിലെ നേട്ടം എന്തെന്നൊക്കെയാണ് അതിന്റെ 5ാമത്തെ സ്റ്റാൻസിൽ. അശക്തരെ സഹിക്കാൻ വയ്യെങ്കിൽ എന്റെ പ്രതിഫലമൊക്കെ നഷ്ടമായി പോകത്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പണത്തോടെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന കുടുംബം അത് എത്ര പ്രഷ്യസ് ആണ്. കർത്താവ് എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തെ നയിക്കുന്നവരാണോ? കർത്താവിന്റെ വഴികളിൽ ഒരു ഇടയനെ പോലെ കർത്താവ് നമ്മുടെ ഇടയനായിട്ട് നമ്മളെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നത് പോലെ, അതാ സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നത്. ഭർത്താക്കന്മാരായുള്ള സൗരങ്ങള് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ അതുപോലെ കർത്താവ് നമ്മളെ നടത്തുന്നത് പോലെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ വെള്ളത്തിനരികിലേക്കൊക്കെ നമ്മുടെ ഭാര്യയെയും മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നടത്തുന്നവരാണോ? നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മള് ഒരുമിച്ചുള്ള സമയങ്ങള്, അതുപോലെ ഒരു ഇടയനായിട്ട് ആസ് എ ലീഡർ ഓഫ് ദ ഫാമിലി, യു ദ ലീഡർ ഓഫ് ദ ഫാമിലി, അതോ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് ഭാര്യയും ഭർത്താവുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോണം, അങ്ങനെ എന്തോ വരുന്ന വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ, ആ ഒരു ലാഘവത്തോടാണോ? അങ്ങനെയാണെങ്കിൽ അയ്യോ കഷ്ടം. പക്ഷേ അല്ല, ഐ ആം ദ ലീഡർ ഓഫ് മൈ ഫാമിലി, ഐ ആം അപ്പോയിന്റഡ്. ഇഫ് യു ആർ എ ഹസ്ബൻഡ്, നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ, പിതാവാണെങ്കിൽ, യു ആർ ദ അപ്പോയിന്റഡ് ലീഡർ ഓഫ് യുവർ ഫാമിലി. കുടുംബത്തിന്റെ നാഥനായിട്ട്, തലവനായിട്ട്, തലയായിട്ട്, ശിരസ്സായിട്ട്, കുടുംബത്തിന്റെ കർത്തൃത്വത്തെ, അതിന്റെ നേതൃത്വം എടുത്തുകൊണ്ട് ഇടയനായിട്ട് ഭാര്യയും മക്കളെയും കർത്താവെ ദൈവവചന പ്രകാരം, അത് ആദ്യം ഭർത്താവായ അല്ലെങ്കിൽ പിതാവായ നമ്മൾ ദൈവവചന പ്രകാരം മുമ്പോട്ട് പോകണം. അതിനുശേഷം ഭാര്യയും മക്കളെയും ആ വഴിയിൽ നമ്മൾ മുമ്പേ പോയി മാതൃകയായിട്ട് നമ്മൾ അവരെ പുറകെ നടത്തുന്ന ഒരു ചുമതല. അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്ന കാര്യവും, അതുപോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതിയൊക്കെ അന്യോന്യം കരുതുന്ന കാര്യങ്ങളും, കുഞ്ഞുങ്ങള് എത്രയധികം ആ ഒരു അനുസരണം, കീഴ്പ്പെടുന്ന, അനുസരിക്കുന്ന, കീഴടങ്ങുന്ന ഒരു ആത്മാവ്, അതാണ് ഒരു സ്വർഗീയ കുടുംബം. അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കളെ അതുപോലെ കരുതുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അവര് നമ്മളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിലേക്ക് മാതാപിതാക്കളെ കൊണ്ട് വലിച്ചെടുക്കാതെ ഒരു പ്രയോറിറ്റിയും മുൻഗണനയും സ്ഥാനങ്ങളൊക്കെ ദൈവവചനപ്രകാരം നൽകി, അങ്ങനെ കർത്താവിന്റെ വചനപ്രകാരമാണോ എന്റെ കുടുംബജീവിതം, അതിനായിട്ടുള്ളൊരു കരച്ചില്. വേറെ എന്തെങ്കിലുമൊക്കെ നമ്മള് എന്താ എന്ന് കേട്ടെ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു കൂട്ടത്തോടെ, ഒരു നിലവിളിയോടെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുമോ, എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളൊരു ലാഘവമാണെങ്കിൽ ഒരു യാതൊരു മാറ്റവും കണ്ടില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ഒരു കുടുംബജീവിതം എനിക്ക് വേണം. എന്റെ കുടുംബജീവിതത്തിൽ ഒരു ഉണർവ് വരുള്ളുക ഇന്നേരം ദേവാന്ന് നമ്മൾ ആദ്യം പാടി. ആ ഒരു ഉണർവ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബജീവിതത്തില് വിവാഹത്തിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ കർത്താവേ, അതുപോലുള്ളൊരു കുടുംബജീവിതം. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങള് ശ്രീയുടെയൊക്കെ ഇൻഡിവിജ്വലായിരുന്ന സമയത്ത് തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ദൈവം ആ പ്രാർത്ഥന തന്നിരുന്നു. അതുപോലുള്ളൊരു മാതൃകയായിട്ടുള്ളൊരു കുടുംബമായിട്ട്, അതുപോലൊരു ക്രിസ്തീയ കുടുംബമായിട്ട്, യഥാർത്ഥത്തിലൊരു ക്രിസ്തീയ കുടുംബമായിട്ട്
പണിയപ്പെടണം. അതുപോലെ നിങ്ങൾ യുവാക്കളും എല്ലാം അതുപോലൊരു പ്രാർത്ഥനയും ഭാരവും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. അപ്പോൾ ആ ഒരു ആ, നമുക്ക് പരസ്പരമുള്ള ആ ഒരു സ്നേഹ ബഹുമാനം, ആ ആ കാര്യങ്ങള് കർത്താവിനെ ഈ ലോകത്തിന്റെ ഫിലോസഫേഴ്സിനോടോ ബാക്കി വലിയ വലിയ കാര്യങ്ങളോട് ഉപമിക്കാൻ പോലും കൊള്ളത്തില്ല, ഉപമിക്കാൻ പോലും പറ്റത്തില്ല. ഹീസ് ഇൻകമ്പയറബിൾ. കർത്താവ് സർവശക്തനായ ദൈവം, അവിടുന്ന് എല്ലാത്തിന്റെയും ആ, ഈ ശ്രേഷ്ഠമായ ദൈവം, അവിടുന്ന് അവിടുന്ന് എത്ര അനന്യനാണ്. ആ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ആ ആ ഒരു വലിയ ഒരു സമർപ്പണത്തോടെ ആ കർത്താവിന് മുമ്പാകെ ഒരു സമർപ്പണത്തോടെ കർത്താവെ, എന്റെ കുടുംബത്തെ, എന്റെ കുടുംബജീവിതത്തെ അങ്ങ് മാറ്റണമേ. ഇനിയും കർത്താവെ, ഒരു സ്വർഗത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട്, സ്വർഗത്തിന്റെ ഒരു നിഴലായിട്ട്, സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചറായിട്ട് എന്റെ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു ദാഹത്തോടെ, അത് നമ്മൾ പരിശുദ്ധാത്മാവിനാലേ കഴിയുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ കഴിയുള്ളൂ. നമ്മളാലും പറ്റത്തില്ല. എന്നാൽ നമ്മളുടെ സഹായാവസ്ഥ നമ്മള് നിലവിളിയായിട്ട് സ്വർഗത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് ഉയരുന്നുണ്ടെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമ്മളുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാവും. നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങള് ആ തണലില് അവര് അവര് ദൈവ വഴിയിൽ വളരും. അല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നത്, നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ തന്നെ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും. നിത്യതയിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാവും. അപ്പം ആ ആ ഒരു ദൈവത്തോടൊരു നിലവിളിയോട് നമുക്ക് സമർപ്പണത്തോട് നമുക്ക് പാടാം. കർത്താവ് നമ്മളുടെ സ്നേഹബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ശക്തനാക്കാനായിട്ട് അവിടുന്ന് നമ്മെക്കാളിലധികം ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മളത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിന് ആഗ്രഹം അതാണ്. നമ്മളുടെ കുറവുകളെല്ലാം കർത്താവിന് അറിയാം. നമ്മളത് അംഗീകരിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഞാനാണ് ഏറ്റവും കുറവുള്ളത്, എന്റെ ജീവിതത്തിൽ യാതൊരു നന്മയില്ല, കർത്താവേ കരുണ ഉണ്ടാകണമേ. എന്റെ കുടുംബത്തെ, കർത്താവേ, കുടുംബത്തിലെ കർത്താവേ, എന്റെ റോള് എന്താണെന്ന് കണ്ടെത്തി, എന്താണെന്ന് ദൈവജനത്തിൽ നിന്നത് മനസ്സിലാക്കി, അത് കർത്താവേ, അത് അവിടുത്തെ വചനപ്രകാരം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ കർത്താവേ, ആ ഒരു ഫൗണ്ടേഷൻ, അവിടുത്തെ സ്നേഹമാകുന്ന ആ അടിസ്ഥാനം, ഒന്നാം നില കർത്താവിനോടുള്ള ഒരു വ്യക്തിപരമായ നടപ്പ്, രണ്ടാം നില കുടുംബജീവിതം, എങ്ങനെയെങ്കിലും മൂന്നാം നിലയാകുന്ന സഭാജീവിതം, അത് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. സഭാജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നിത്യതയ്ക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വേരൂന്നി, കർത്താവിനോടുള്ള സ്നേഹത്തോടുള്ള നിർമ്മല മനസാക്ഷിയുള്ള നടപ്പ്, അതിനു മേലെയുള്ള കുടുംബജീവിതം, അതിനു മേലെ ആണ് സഭയുടെ പണി. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സ്നേഹം പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അതെ കർത്താവേ, മറ്റുള്ളവരിലേക്ക് ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാകില്ല, ഞങ്ങളിലേക്ക് മാത്രം. ഞാനാണ് പാപി എന്ന ആ ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചതുപോലെ, എന്നോട് പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ, ഹാവ് മേഴ്സി ഓൺ മീ ദ സിന്നർ എന്ന് പറയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും മെച്ചമാണ്, മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഭേദമാണ്, ഞാൻ വലിയ ആളാണ് എന്നുള്ളൊരു കർത്താവേ, ഒരു ഗർവ്, ഒരു വഞ്ചന കർത്താവേ ഞങ്ങളെ പിടികൂടരുതേ. കർത്താവേ, ഞാനാണ് കർത്താവേ ഏറ്റവും ആവശ്യക്കാരൻ, ഞാനാണ് ഏറ്റവും വലിയ പാപി എന്നുള്ളൊരു ബോധ്യത്തോടെ അങ്ങയോട് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. അതെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവേ, വളരെ ശക്തമായിട്ടുള്ള സ്വർഗീയമായ കുടുംബ ബന്ധങ്ങളുള്ള, സ്നേഹബന്ധങ്ങളുള്ള കുടുംബങ്ങളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിച്ചാട്ടെ. ഞങ്ങളെത്തിനെയും തരുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണം, പണിയണം. അവിടുത്തെ പുനരാമത്തെ മുഹൂർത്തപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിന്റെ വലിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ.